ഏകമനസ്സോടെ താല്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:46. ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ ആ സ്നേഹവും കരുതലും ഒരുമയും നമ്മുടെ ഈ ഇടവക ദേവാലയത്തിലും കാണാൻ സാധിക്കുന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ആ സ്നേഹ കൂട്ടായ്മയുടെ ആഘോഷമാണ് ഇന്നേ ദിവസം സ്നേഹ സമൂഹങ്ങളുടെയും സ്നേഹനിലയം മതബോധനത്തിന്റെയും വാർഷികമായി നാം ആഘോഷിക്കുന്നത്. ഇതിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ വാർഷികാഘോഷത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന വിശിഷ്ട അതിഥികൾ കണ്ടക്കടവ് ഫെറോണ വികാരി റവറൻഡ് ഫാദർ സോളമൻ ചാരങ്ങാട്ട്, BCC ഫെറോണ കൺവീനർ ശ്രീ ബോബൻ അറക്കൽ എന്നിവരോടൊപ്പം നമ്മുടെ ഇടവക വികാരി റവറൻഡ് ഫാദർ ജോസഫ് മരക്കാശ്ശേരി, സ്നേഹനിലയം പ്രൊമോട്ടർ മിസ്റ്റർ ആന്റണി ലിബിൻ, BCC പ്രസിഡന്റ് മിസ്റ്റർ ജാക്സൺ CJ, BCC സെക്രട്ടറി മിസസ് ജൂലി ഡിസോസ എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കാര്യപരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. സ്നേഹനിലയം പ്രൊമോട്ടർ ശ്രീ ആന്റണി ലിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയബഹുമാനപ്പെട്ട ജോസഫ് അച്ഛ, പ്രിയബഹുമാനപ്പെട്ട സോളമൻ അച്ഛ, ശ്രീ ബോബൻ സാർ, ജാക്സൺ സാർ, ജൂലി ടീച്ചർ, പ്രിയമുള്ളവരെ, നമ്മുടെ ഇടവകയെ സംബന്ധിച്ച് ഇന്ന് ഒരു സന്തോഷത്തിന്റെ ദിവസമാണ്. നമ്മുടെ സ്നേഹ സമൂഹങ്ങളുടെയും സ്നേഹനിലയം മതബോധന കേന്ദ്രത്തിന്റെയും സംയുക്തമായൊരു വാർഷികം ഇവിടെ ആഘോഷിക്കുമ്പോൾ ഈ വാർഷികത്തിന്റെ ഈ നിമിഷത്തിന് വേണ്ടി കഴിഞ്ഞ ഒരു മാസത്തോളം 100-ലധികം ആളുകൾ ഇതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ യൂണിറ്റിൽ നിന്നും ഓരോ പ്രവർത്തനങ്ങൾക്കായിട്ട് ഓരോ പാട്ടുകളാകട്ടെ, ഡാൻസുകളാകട്ടെ, സ്കിറ്റുകളാകട്ടെ, നാടകമാകട്ടെ, അതിനെല്ലാം വേണ്ടി ഓരോരുത്തരും അവരുടെ യൂണിറ്റ് ഒന്നടങ്കം ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. കാരണം അതിന്റെ ട്രയലുകൾ നടന്ന സമയങ്ങളിലെല്ലാം തന്നെ അവർ കാണിക്കുന്ന ആ ഒരു തീവ്രമായ സ്നേഹവും
ആഗ്രഹവുമെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മനുഷ്യനെയും ഇൻസ്പയർ ചെയ്യുന്നതാണ്. ഓരോരുത്തരും പ്രായഭേദമന്യേ 5 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള കലാകാരന്മാരും കലാകാരികളും ഇവിടെ ഇന്ന് ഈ വേദിയിൽ അണിനിരക്കാൻ പോകുന്ന വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തില് നമ്മളിങ്ങനെ ഒരു കുടുംബം പോലെ ഒന്നായി ചേർന്നുകൊണ്ട് ഇത് ആഘോഷിക്കുമ്പോൾ ദൈവം വളരെയധികമായിട്ട് അത് കണ്ട് സന്തോഷിക്കുന്നുണ്ട്. കാരണം അവിടുന്ന് ആഗ്രഹിച്ചതുപോലെ ഒരു കുടുംബം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കുടുംബത്തിന്റെ മക്കളെന്ന നിലയിൽ ഓരോരുത്തരുടെയും ദുഃഖങ്ങൾ തങ്ങളുടെയും ദുഃഖങ്ങളാണെന്ന് ഏറ്റെടുക്കുവാനും ഓരോരുത്തരുടെയും സന്തോഷങ്ങൾ തങ്ങളുടെയും സന്തോഷങ്ങളാണെന്ന് ഏറ്റെടുക്കുവാനും അതിനനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുവാനും ഓരോരുത്തരും കാണിക്കുന്ന നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, ഈ ഇടവകയെ ഒരു കുടുംബമായി മാറ്റിയെടുക്കുവാൻ വേണ്ടി അതിന് സാധിച്ചത് ഏതൊരു കുടുംബത്തിനും അതിന്റെ ആത്മാവെന്ന് പറയുന്നത് അതിന്റെ പിതാവായിരിക്കും, കുടുംബനാഥനായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഈ കുടുംബത്തിന്, ഈ ഇടവക കുടുംബത്തിന്റെ നാഥനായിട്ടുള്ള നമ്മളെല്ലാവരെയും ഒരു കുടുംബമായി ചേർത്ത് നിർത്തുന്ന നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ജോസഫ് മരക്കാശ്ശേരി അച്ഛനെ സ്നേഹപൂർവം നമ്മുടെ ഈ സംയുക്ത വാർഷികത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വളരെ കലാപരമായൊരു സന്ധ്യയാണ് ഇന്നിവിടെ ഒരുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഉദ്ഘാടനത്തിൽ ലഭിച്ചിരിക്കുന്നതും ദൈവകൃപയാല് അത്തരമൊരു വ്യക്തിയാണ്. നമ്മളിപ്പോൾ പറയുന്നത് പോലെ കണ്ടക്കടവ് ഫൊറോന വികാരി എന്ന ഒരു ലെവലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമല്ല നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട സോളമനച്ചൻ. സോളമനച്ചനെ കുറിച്ച് ആദ്യം കാണുന്ന നിമിഷം തൊട്ട് അറിയാവുന്ന ഒരു കാര്യം, സോളമനച്ചൻ എന്ന് പറയുന്നത് ഒരു ദൈവം നൽകിയ കലാപരമായ കഴിവുകളുള്ള കലാകാരനാണ്. കലയോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. അതിനേക്കാൾ ഉപരി കലാകാരന്മാരെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട പല കലകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇപ്പോൾ ചവിട്ട് നാടകത്തിന്റെ ആണെങ്കിലും അതിന്റെ എല്ലാം മുൻപന്തിയിൽ നിന്നുകൊണ്ട് അതിനെയെല്ലാം പുനരുജ്ജീവിപ്പിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും അച്ഛൻ കാണിക്കുന്ന ആ ഒരു സ്നേഹവും ആത്മാർത്ഥതയും എല്ലാം ഇവിടെ ചേർത്ത് നിർത്തിയാണ്. നമ്മുടെ ഇന്നേ ദിവസം നമ്മുടെ ഈ സംയുക്ത വാർഷികത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട സോളമനച്ചനെ നമ്മുടെ എല്ലാവരുടെയും ഇടവകയുടെയും പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പൂവ് കുറച്ച് പതുക്കെ വന്നേ ഉള്ളൂ, കുഴപ്പമില്ല. അപ്പൊ അതേപോലെ തന്നെ ഇന്ന് ഇവിടെ നമുക്ക് ആശംസകൾ അർപ്പിക്കുവാനായിട്ട് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് BCC ഫൊറോന കൺവീനർ ബോബൻ സാറാണ്. അദ്ദേഹത്തിന്റെ തികഞ്ഞ ആത്മാർത്ഥതയോടെയുള്ള BCCയുടെ ഉന്നമനത്തിന് വേണ്ടി കണ്ടക്കടവ് ഫൊറോനയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ ജാക്സൺ സാർ എന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട്. കാരണം എന്ത് കാര്യത്തിനും ജാക്സൺ സാറ് പലപ്പോഴും വിളിക്കുന്നത് ബോബൻ സാറിനെയാണ്. അങ്ങനെയാണ് ബോബൻ സാറിന്റെ പേര് എനിക്ക് പരിചിതമായിട്ടുള്ളത്. ഇന്നേ ദിവസം നമ്മുടെ ഇവിടെ ഒരു വ്യക്തി നമുക്ക് ആശംസകൾ അർപ്പിക്കുവാനും ഇവിടുത്തെ BCCയുടെ പ്രവർത്തനങ്ങൾ, ഇവിടുത്തെ കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരമായ കഴിവുകൾ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അത് കാണുവാൻ BCCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ആഗ്രഹം ഉണ്ടായപ്പോൾ തന്നെ അച്ഛനും ആദ്യം പറഞ്ഞ പേര് ബോബൻ സാറിന്റെയാണ്. സ്നേഹപൂർവം ഈ ഇടവക കുടുംബത്തിലേക്ക് ശ്രീ ബോബൻ സാറിനെ ഈ വാർഷികത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. പലപ്പോഴും ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്കൊരു കാര്യവും ചെയ്യുവാൻ സാധിക്കത്തില്ല. അതിന് താങ്ങായി നിൽക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ഉണ്ടാവും. പലപ്പോഴും നമ്മുടെ ഇടവകയുടെ 2 പില്ലേഴ്സ് ആയിട്ടുള്ള 2 വ്യക്തികളാണ് ഇന്ന് നമ്മോടൊപ്പം തന്നെ ഉള്ളത്. ജാക്സൺ സാറ് BCCയുടെ പ്രസിഡന്റാണ്, അതോടൊപ്പം തന്നെ സ്നേഹനിലയത്തിന്റെ സെക്രട്ടറി കൂടിയാണ്. അതേപോലെ തന്നെ ജൂലി ആന്റി നമ്മുടെ സ്നേഹം നിറഞ്ഞ ടീച്ചറാണ്, അതോടൊപ്പം തന്നെ BCCയുടെ സെക്രട്ടറി കൂടിയാണ്. അപ്പൊ ഇവർ രണ്ടുപേരെയും രണ്ടായിട്ട് പറഞ്ഞ് മാറ്റി നിർത്തുവാൻ സാധിക്കാത്തത് കൊണ്ട് രണ്ടുപേർക്ക് ഒരുമിച്ച് തന്നെ ഇടവകയുടെ സ്നേഹവും സ്വാഗതവും ആശംസിക്കുകയാണ്. കാരണം
ജൂലി ആന്റിയും ജാക്സൺ സാറും ഇല്ലാതെ നമ്മുടെ ഇടവകയ്ക്ക് വേറൊരു കാര്യവും നടത്തുവാൻ സാധിക്കത്തില്ല. സ്നേഹപൂർവ്വം രണ്ടുപേരെയും, ജാക്സൺ സാറിനെയും ജൂലി ടീച്ചറെയും സ്നേഹപൂർവ്വം ഈ വാർഷിക പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ഈ പരിപാടികൾ ഇവിടെ നടക്കുമ്പോൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന കുറേയധികം ആളുകൾ വേദിയിലില്ല, എന്നാൽ പുറത്തുണ്ട്, പള്ളി അരങ്ങിലും അണിയറയിലുമായിട്ട് നിൽക്കുന്നുണ്ട്. അവരെല്ലാം സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. അതിനെല്ലാം ചുറ്റാൻ പിടിക്കുന്ന നമ്മുടെ പള്ളി കമ്മിറ്റി, അതിന്റെ ചുറ്റാൻ പിടിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോളിച്ചേട്ടൻ, ബോബി ചേട്ടൻ, അതേപോലെ തന്നെ നമ്മുടെ BCCയുടെ ഓരോ BCC സ്നേഹ സമൂഹത്തിന്റെയും ഭാരവാഹികള്, സ്നേഹനിലയത്തിലെ മതാധ്യാപകര്, സ്നേഹനിലയത്തിലെ PT അംഗങ്ങള്, ഇവിടുത്തെ യുവജന സംഘടനകള്, എല്ലാവരും തന്നെ ഒത്തുചേർന്ന് ഈ ഒരു ദിവസത്തിന് വേണ്ടി പ്രയത്നിക്കുകയായിരുന്നു. ആ ഒത്തൊരുമയുടെ ഒരു അടയാളമായിരിക്കും, ഒരു നേർസാക്ഷ്യമായിരിക്കും ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന ഓരോ പ്രോഗ്രാമുകളും എന്നുള്ളത് എനിക്ക് ഊന്നി പറയുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നേ ദിവസം ഇവരെ ഓർക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇന്നേ ദിവസം അരങ്ങിലേക്ക് എത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാരെയും കലാകാരികളെയും ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ചെറിയ നമ്മുടെ 5 വയസ്സുള്ള കുഞ്ഞു മുതൽ 75 വയസ്സുള്ള കലാകാരൻ വരെ ഇവിടെ ഇന്ന് അണിനിരക്കുന്നുണ്ട് അവരുടെ പ്രോഗ്രാമുകളായിട്ട്. ഇവർക്ക് ഇത്രയും ഊർജം എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചാല് അവരുടെ ആ ഒരു സ്നേഹത്തിന്റെയും അവരുടെ ആഗ്രഹത്തിന്റെയും ഒരു പരിണിത ഫലം എന്ന നിലയ്ക്കാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് വേണ്ടി അവർ അത്രയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച് 1 മാസത്തോളം പ്രാക്ടീസ് ചെയ്ത് ഇവിടെ വന്ന് 2 തവണ ട്രയൽസ് കാണിച്ച് അതിന് അംഗീകാരം വാങ്ങിച്ച് ഇവിടെ വരുന്നത്. ഒരു പ്രൊഫഷണൽ ചെയ്യുന്നതിന്റെ അത്രയും ഉത്തരവാദിത്വത്തോടെയാണ് ഇന്നിവിടെ പങ്കെടുക്കാൻ വരുന്ന ഓരോ കലാകാരന്മാരും കലാകാരികളും പ്രവർത്തിച്ചിട്ടുള്ളത്. അവർക്ക് അങ്ങേയറ്റം സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ അവരെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാനുള്ളത് നിങ്ങൾ ഓരോരുത്തരെയുമാണ്. നിങ്ങളുടെ പ്രോത്സാഹനവും നിങ്ങളുടെ സമയവും നിങ്ങൾ ഇവിടെ നൽകുന്നില്ലെങ്കിൽ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ വ്യർത്ഥമായി പോകും. അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്നേഹത്തോടെ എത്രയും നേരത്തെ തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. കാരണം ബാക്കിയുള്ളവരെല്ലാം 5:30 വേണ്ടി കാത്തിരിക്കുന്ന വണ്ടികളാണ്. എന്നാൽ അതിന് തയ്യാറാകാതെ നേരത്തെ തന്നെ കൃത്യമായി ഇവിടെ എത്തുകയും നമ്മുടെ ഈ സ്നേഹത്തിലും കാര്യപരിപാടികൾക്കും വേണ്ടി വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരോടും സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ സ്വാഗതം ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ സ്വാഗതം. പ്രസംഗത്തിനായി റവറന്റ് ഫാദർ ജോസഫ് മരക്കാശ്ശേരിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇത്രയും ബഹുമാനപ്പെട്ട ഫൊറോന വികാരി സോളോനച്ച, അതുപോലെ തന്നെ ഫൊറോനയുടെ BCC കൺവീനർ, ഇടവകയുടെ BCC പ്രസിഡന്റ് ജാക്സൺ സാർ, ഇടവകയുടെ കാറ്റഗിസം പ്രൊമോട്ടർ ലിബൻ സാർ, BCCയുടെ സെക്രട്ടറി ജൂലി ടീച്ചർ, സ്നേഹമുള്ള കൈക്കാരന്മാരെ, കമ്മിറ്റി അംഗങ്ങളെ, BCC ഭാരവാഹികളെ, ഇടവക ജനമേ, വലിയ സന്തോഷത്തോടെയാണ് ഇന്നിവിടെ ആയിരിക്കുക. പ്രത്യേകമായിട്ട് BCCയുടെയും അതുപോലെ തന്നെ കാറ്റഗിസത്തിൻ്റെയും വാർഷികം സംയുക്തമായിട്ട് നമ്മളിവിടെ ആഘോഷിക്കാം. ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാനപരമായ 2 തൂണുകളായിട്ടാണ് ഞാൻ BCCയെയും അതുപോലെ തന്നെ കാറ്റഗിസത്തെയും കാണുക. ഈ 2 തൂണുകളും ഉറപ്പുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ടും എല്ലാ തലത്തിലും ഒരു ഇടവക സമൂഹം എന്ന നിലയിൽ അത് ശക്തമായിട്ട് വളർന്നിരിക്കും. അതിൽ പാളിച്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ, വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇടവകയുടെ സർവമാന മേഖലയിലും ആ പോരായ്മ അറിയുകയും ചെയ്യും. സംതൃപ്തി എന്നത് ഈ 2 മേഖലയും ശക്തമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇടവകയെ സംബന്ധിച്ച്. ആ 2 തൂണും ഉറപ്പുള്ളതായിട്ട് നിൽക്കുന്നു. ആ ഉറപ്പ് ഉള്ളതുകൊണ്ട് തന്നെ വലിയ നേട്ടങ്ങൾ ഈ കാലയളവിലൊക്കെ, കഴിഞ്ഞുപോയ കാലയളവിൽ നമുക്ക് നേടാൻ സാധിച്ചു. അതിന് പിന്നിൽ എന്താണ്, ഈ ഉറപ്പിന് പിന്നിൽ എന്താണ് രഹസ്യമെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കാൻ അല്ലെങ്കിൽ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, പലപ്പോഴും ഈ ഞങ്ങൾ നിങ്ങൾ എന്നൊരു ചിന്തയിൽ നിന്ന്
നമ്മൾ എന്നൊരു തിരിച്ചറിവിലേക്ക്, ബോധ്യത്തിലേക്ക് ഒരു സമൂഹം എന്നെത്തുന്നു, അവിടെ വളർച്ച ഉണ്ടാവും. തരംതിരിവുകൾ അല്ലെങ്കിൽ മാറ്റി നിർത്തലുകൾ അല്ലെങ്കിൽ മുഖം തിരിഞ്ഞ് നിൽക്കലുകൾ എന്നുണ്ടാവുന്നു, അവിടെ ഈ വളർച്ച ഉണ്ടാകത്തില്ല. അങ്ങനെ എങ്കിൽ BCCയിൽ അവിടുത്തെ നമ്മുടെ BCCയുടെ ഭാരവാഹികൾ എന്നൊരു കൂട്ടായ്മ, ആ കൂട്ടായ്മ ചെലുത്തുന്ന സ്വാധീനം കൊണ്ട് ഇടവകയിലെ 30-40 അടങ്ങുന്ന കുടുംബങ്ങൾ അവരൊരു കുടുംബമായിട്ട് നിൽക്കുന്നു. അത് കുറച്ചുകൂടി വിപുലമായിട്ട് നമ്മുടെ ഇടവകയിലേക്ക് വരുമ്പോൾ, ഒരുമിച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾ എന്ന നിലയിൽ, ഞങ്ങളെന്നൊരു കുടുംബം എന്ന നിലയിലേക്കുള്ള ഒരു വളർച്ചയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചു എന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ എണ്ണി പറയാവുന്ന നേട്ടങ്ങൾ കൈവരിച്ചതാണ് നിങ്ങളെല്ലാവരും. അത് BCCയുടെ കാര്യത്തിൽ. ഇനി കാറ്റഗിസത്തിലേക്ക് വരുമ്പോൾ മതാധ്യാപകരും PTA എന്ന വലിയൊരു സ്നേഹ കൂട്ടായ്മ നമുക്കുണ്ട്. എന്തിനു വേണ്ടിയും തയ്യാറായി ഏത് സമയത്തും എന്ത് കാര്യത്തിലും റെഡിയായിട്ട് നൽകുന്ന ഒരു സംഘടന, ഒരു കൂട്ടം ആളുകൾ. ആ ആളുകൾ ചേർന്ന് നമ്മുടെ ഇടവകയിലെ മക്കളെ അവരുടെ വിശ്വാസ തലത്തിൽ, അവരുടെ ഭൗതികമായ എല്ലാ കാര്യത്തിലും വളർത്താനായിട്ട് അവർ ചെലുത്തുന്ന സ്വാധീനം ഒരുമിച്ച് നിന്നുകൊണ്ട് അവിടെയും ഞങ്ങളെന്നൊരു കൂട്ടായ്മ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ശക്തമായ നേട്ടങ്ങൾ നമുക്ക് കാറ്റീസത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഫീലിംഗ് നമ്മളാണ്. അത് അവരുടെ ഒരു കുറവ് ആയിട്ട്, എവിടെയെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ, അവനൊരു ഇല്ലായ്മ ഉണ്ടെങ്കിൽ, തകർച്ചയുണ്ടെങ്കിൽ അത് എൻ്റെയും കൂടി പോരായ്മയാണ്, എൻ്റെയും കൂടി വിഷമമാണ്, എൻ്റെയും കൂടി തകർച്ചയാണ് എന്നൊരു തിരിച്ചറിവ് ഒരു കുടുംബമായിട്ട് ഈ ലൊറേറ്റോ ഇടവകയ്ക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ആ നേട്ടങ്ങൾ വലിയ നേട്ടങ്ങളുമാണ്. മാത്രമല്ല, ആ നേട്ടങ്ങൾ നമ്മൾ നേടിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മറുവശം എന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ നന്മകളോട് നമുക്ക് വന്നു ചേർന്നിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അപ്രതീക്ഷിതമായിട്ടും കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആത്യന്തികമായിട്ട് ഈ ഒരു സ്നേഹ കൂട്ടായ്മ, ഈ കുടുംബം എന്നൊരു നമ്മുടെ ഒരു ആഗ്രഹവും വികാരവും അത് തുടർന്നും ഉണ്ടാകണമെന്നുള്ളൊരു ആഗ്രഹമാണ് ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനായിട്ടുള്ള ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ പ്രത്യേകത എന്നത്, ഒരു ഇടവക എന്നത് അതൊരു വിശ്വാസം കൊടുക്കുന്ന ഇടം മാത്രമല്ല, വിശ്വാസം വളർത്താനുള്ള ഒരു ഇടമായിട്ട് മാത്രം ഞാൻ അതിനെ കാണുന്നില്ല. അതിന് മാതൃകയായിട്ട് മുമ്പിലുള്ളത് ക്രിസ്തു തന്നെ. ക്രിസ്തുവിനെ സംബന്ധിച്ച് ആദ്യം അവനെ ദൈവപിതാവിന്റെ പക്കലേക്ക്, അല്ലെങ്കിൽ ദൈവപിതാവ് ആരാണ് എന്ന് മനസ്സിലാക്കാനായിട്ടൊന്നും ക്രിസ്തു ആദ്യം തുനിഞ്ഞിട്ടില്ല. അവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞ് അവന്റെ ആവശ്യങ്ങൾ പട്ടിണിയും ദാരിദ്ര്യവും രോഗവും അവന്റെ വിഷമത്തിലും താങ്ങായിട്ട് നിന്നതിന് ശേഷമാണ് ക്രിസ്തു ദൈവത്തെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച്, നിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട നന്മയെക്കുറിച്ച്, നീതിബോധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഒരു ഇടവക എന്നത് അത് ക്രിസ്തു കേന്ദ്രീകൃതമാകുമ്പോൾ അത് സാർവത്രികമായ വളർച്ചയാണ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഒരു കൂട്ടായ്മ എന്ന നിലയിൽ, ഒരു കുടുംബം എന്ന നിലയിൽ ഇവിടെയുള്ള എല്ലാവരുടെയും ഭൗതിക സാഹചര്യങ്ങളിൽ വളർച്ച ഉണ്ടാകണം, അവന്റെ വിദ്യാഭ്യാസത്തിൽ വളർച്ച ഉണ്ടാകണം, അവന്റെ കലാപരമായ സാമൂഹികപരമായ എല്ലാ മേഖലയിലും വളർച്ച ഉണ്ടാകണം. അതോടൊപ്പം തന്നെ വിശ്വാസത്തിലും വളർച്ച ഉണ്ടാകണം. ഈ ഒരു സമഗ്ര വളർച്ച നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ക്രിസ്തുവിന്റെ ലക്ഷ്യം. ഓരോ ഇടവകയിലേക്ക് വരുമ്പോൾ, ഒരു കുടുംബമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഈ സമഗ്ര വളർച്ചയിലൂടെ തന്നെയാണ് ഓരോ ഇടവകയും മുന്നോട്ട് പോകേണ്ടത്. അത് കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് എന്തുകൊണ്ടും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നതിൽ വളരെ വലിയ സന്തോഷമുണ്ട്. എന്ത് കാര്യമായിക്കൊള്ളട്ടെ, അതിന് ഒരു കൂട്ടായ്മ എന്ന നിലയിൽ നിലകൊണ്ട് ഓരോ മനുഷ്യന്റെയും സാമൂഹികവും അവരുടെ സാമ്പത്തികവും, കാരണം അടിസ്ഥാന ആവശ്യങ്ങൾ മാത്രം പോരാ. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോൾ നിലകൊള്ളുകയല്ല, ഒരുവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവന് രോഗം വന്നു കഴിഞ്ഞാൽ അവനെ ആശുപത്രി കൊണ്ടുപോകണം, അതിന് ചെലവ്, അതിന് പണം ഉണ്ടാകണം. ഈ ഇടവകയിലെ ഓരോ മനുഷ്യനും. ഇവിടുത്തെ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം പണമില്ല എന്ന പേരിൽ നഷ്ടപ്പെടാൻ പാടില്ല ഒരു ഇടവകയാണ് കൂട്ടായ്മ എന്ന നിലയിൽ. ഇവിടുത്തെ ഒരുവന്റെ വീട്ടില് അവന് പണമില്ല എന്നതുകൊണ്ട് പത്രം വായിക്കാതിരിക്കാൻ അവൻ പറ്റില്ല. അവന് പത്രം വായിച്ചേ മതിയാവും, പണമില്ലാത്തതിന്റെ പേര്. കാരണം ഇതാണ് ആവശ്യമാണ് ഇന്നത്തെ ലോകത്ത്. അത് സാധ്യമാക്കണം. അവിടെ പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്നേ മതിയാവും. ആ ഒരുമിച്ച് നിൽക്കാനുള്ള ആഗ്രഹവും തീക്ഷ്ണതയും ഞങ്ങൾ എന്ന ഒരു ബോധ്യവും
ആ ഒരു വികാരത്തിലേക്കൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതിലും എനിക്ക് വലിയ സന്തോഷമുണ്ടെന്ന് ഈ നിമിഷം അറിയിക്കാം. തീർച്ചയായിട്ടും ഈ ഒരു വളർച്ച കുറെ കൂടി ശക്തമായിട്ട് ഉണ്ടാകണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നിങ്ങളോട് രണ്ടാമതായിട്ട് പങ്കുവെക്കാനുള്ളൂ. മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്നത്, ഒരു കൂട്ടായ്മ നിലയിൽ നമുക്ക് എപ്രകാരമാണ് ശക്തമായിട്ട് വളരാൻ സാധിക്കുക എന്നത്, ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബമാണെന്നുള്ളൊരു തിരിച്ചറിവാണ് ഒന്നാമത്തെ കാര്യം. അത് കൂട്ടായ്മയുടെ വളർച്ച മാത്രമല്ല, വ്യക്തിപരമായിട്ടുള്ള വളർച്ചയും എന്തുകൊണ്ടും സാധ്യമായേ മതിയാവും. അത് പ്രധാനമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എപ്രകാരം കൊടുക്കുന്നു എന്നുള്ളതാണ്. ആൺകുഞ്ഞും പെൺകുഞ്ഞും. നമ്മുടെ ഇടവകയിലെ ഞാൻ കണ്ടറിയുകയും ഞാൻ സംസാരിക്കുകയും ഞാൻ ഇടപെടുകയും ചെയ്തതിൽ എനിക്ക് പലപ്പോഴും സങ്കടം തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ആൺകുഞ്ഞുങ്ങള് അവര് പലപ്പോഴും ഒരു വിവേകമില്ലാത്ത, ബോധ്യമില്ലാതെ, അവരുടെ പ്രായത്തിനൊത്ത പക്വതയില്ലാതെ വളർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളത് സങ്കടകരമാണ്. അതിന് വേറെ ആരെയും പഴിചാരാനില്ല. മാതാപിതാക്കളോടെ പറയാനുള്ളൂ, നിങ്ങൾ ബോധ്യമുള്ള ആൺകുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരണം. ഒരു കാര്യം, ആൺകുഞ്ഞും പെൺകുഞ്ഞും ഇരിക്കുന്ന ഇടങ്ങളിൽ എനിക്ക് എൻ്റെ അനുഭവം പറയുക, പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള വിവേകമില്ലാതെ പോവുക നമ്മുടെ ആൺകുഞ്ഞുങ്ങൾ. എന്നാൽ കൃത്യമായിട്ട് അതെന്താ പറഞ്ഞതെന്ന് തിരിച്ചറിയാനും അത് ചെയ്യാനും കഴിവുള്ള കെൽപ്പുള്ള പെൺകുഞ്ഞുങ്ങളാണ് നമുക്കുള്ളത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും ചെയ്യും. ആ തിരിച്ചറിവിലേക്ക് വന്ന് ആ കുറവിനെ പരിഹരിച്ചേ മതിയാവും. ഇത് പരിഹരിക്കാനായിട്ടുള്ള ഇടപെടലും കൃത്യമായ വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മനസ്സില്ല, സൗകര്യമില്ല, സമയമില്ലെങ്കിൽ നാളെ ഇങ്ങനൊരു സമുദായം, ഇങ്ങനൊരു കൂട്ടായ്മ ഇവിടെ അസ്തമിച്ച് ഇല്ലാതായി പോകുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആൺകുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. എന്തുകൊണ്ടാണ് ഒരു വീട്ടിൽ വളരുന്ന ഒരാണിനും ഒരു പെണ്ണിനും രണ്ട് വിവേകം വരാനായിട്ടുള്ള കാര്യം എന്താണ്? അവിടെ എന്താണ് പോരായ്മ? ഒരുപക്ഷെ കുറച്ച് കൂടുതൽ കുസൃതി ഉണ്ടാകാം, കുറച്ച് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരാകാം ആൺകുഞ്ഞുങ്ങളെ ബോധ്യത്തിലേക്ക് കൊണ്ടുവരാൻ. അവനെ വായിക്കാനായിട്ട്, മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, അത് വായിപ്പിക്കാൻ. ഒരു കാര്യം പറഞ്ഞത് ഇതാണെന്നുള്ള ബോധ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്തുകൊണ്ട് പറ്റുന്നില്ലെന്ന് ഞാൻ അനുഭവത്തോടെയാണ് കാണുന്നത്. നമ്മുടെ പെൺകുട്ടികൾ അങ്ങനല്ല. നല്ല വിവരമുള്ള പെൺകുട്ടികൾ ഒരു കാര്യം പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ സമൂഹം ഇനി അസ്തമിച്ചു പോകാതിരിക്കണമെങ്കിൽ ബോധ്യമുള്ള ആൺകുഞ്ഞുങ്ങളെ, തെളിച്ചമുള്ള വിവരമുള്ളവരെ വളർത്തിയെടുക്കാൻ സ്നേഹമുള്ള മാതാപിതാക്കൾ പരിശ്രമിച്ചേ മതിയാവും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, പെൺകുട്ടികളുടെ കാര്യത്തിൻ്റെ ഒരു പ്രത്യേകത, പെൺകുട്ടികളല്ല ആരായാലും വ്യക്തി സ്വാതന്ത്ര്യം എന്നൊരു കാര്യം ഇടവകയിൽ ഞാനിങ്ങനെ അതിൻ്റെ മേൽനോട്ടക്കാരൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വ്യക്തി സ്വാതന്ത്ര്യം കൊടുത്തേ മതിയാവൂ ഭവനങ്ങളിൽ. ഈ കാലത്തിൽ ഇനി കൊടുത്തില്ലെങ്കിൽ ഇനി ഏത് കാലത്താണ് നമ്മൾ കൊടുക്കാൻ പോകണമെന്നുള്ളതാണ്. പ്രത്യേകമായിട്ട് ഒരു വീട്ടിൽ ജീവിത പങ്കാളി, ഹസ്ബൻഡും ഉണ്ട്, വൈഫും ഉണ്ട്. ഈ ഹസ്ബൻഡിനുള്ള സ്വാതന്ത്ര്യം, പുരുഷനുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്ക് ഇന്ന് നമ്മുടെ കുടുംബത്തിൽ കൊടുക്കുന്നുണ്ടെന്നുള്ളത് 2025 ഇനിയും കൊടുക്കുന്നില്ലെങ്കിൽ ഇനി ഏത് കാലത്താണ് കൊടുക്കാൻ പോകുന്നതെന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ എത്ര വീട്ടിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, തുണി അലക്കുന്നതിൽ പകുതി സപ്പോർട്ട് ചെയ്യുന്ന എത്ര പുരുഷന്മാരുണ്ട് വീട്ടിൽ? അവർ പണിയെടുക്കുന്നുണ്ടില്ലെന്നുള്ളതല്ല, അവർ പണിയൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ പണിയെടുക്കുന്ന സ്ത്രീകളും ഒരു 80% 90% ഉള്ള നാട് തന്നെയാണ്. എത്ര കുടുംബങ്ങളിൽ പാചകം ചെയ്യാനായിട്ട് പകുതി സപ്പോർട്ട് പുരുഷന്മാർ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ളത്? എത്ര കുടുംബങ്ങളിൽ മക്കളെ നോക്കാനായിട്ട് പകുതി സപ്പോർട്ട്, അവരെ പഠിപ്പിക്കുന്നവരായിക്കോട്ടെ, അവരെ കുളിപ്പിക്കുന്നത് കഴുകുന്നതും എല്ലാം ആയിക്കോട്ടെ, എത്ര വീടുകളിൽ നിങ്ങൾ പകുതി സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്നുള്ളത്? അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ശതമാനത്തിന്റെ ഭവനങ്ങളിലും സ്ത്രീ എന്ന് പറയുന്നത് അവള് അലക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും മാത്രമായിട്ട് മാറിപ്പോകുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. മറ്റൊരു പ്രശ്നം, കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലാണ്. ഒന്ന് വീട്ടിൽ നിന്ന് ഒരു കാര്യത്തിന് വേണ്ടി പോകണം, പുരുഷൻ എന്തായിരിക്കും ചെയ്യുന്നത്? ഞാൻ അവിടെ പോകുന്നു എന്ന് പറഞ്ഞു പോകും. പക്ഷെ സ്ത്രീയെ സംബന്ധിച്ചുള്ള പ്രശ്നം പെർമിഷൻ വാങ്ങിക്കണം. പുരുഷന് പെർമിഷൻ അല്ല, ഞാൻ പോകുന്നു എന്ന് ഇൻഫർമേഷൻ കൊടുത്തിട്ടാണ് പോണത്. ഇവർക്ക് എന്ത് വേണം? പെർമിഷൻ വേണം. അത് ഇവിടുത്തെ നീതിയാണ്. എനിക്ക് ഞാൻ ഇൻഫർമേഷൻ കൊടുത്താൽ മതിയെങ്കിൽ അവർക്കും ഇൻഫർമേഷൻ കൊടുത്താൽ മതിയെന്നേ, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. തെറ്റിലേക്ക് പോവുകയാണെങ്കിൽ കറക്റ്റ് ചെയ്യാന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷെ അതിനപ്പുറത്ത് ഈ 2025 ആ ഒരു തലത്തിലേക്ക് നമുക്കൊന്നും വളരാൻ പറ്റില്ല. പിന്നെ എന്താണുങ്ങളാണെന്നുള്ളത് ഇത് കൊണ്ടെത്തിക്കുന്ന പ്രശ്നം എവിടെയാണെന്നറിയാവോ?
ഇവിടെ ഇത് കൊണ്ടെത്തിക്കാൻ പോകുന്ന പ്രശ്നവും ഇത് വരുത്താൻ പോകുന്ന ഭാവിയിൽ നമ്മുടെ സമൂഹത്തിലുണ്ടാകാൻ പോകുന്ന ദൂഷ്യം മറ്റൊന്നുമല്ല. ഇപ്പോൾ മദ്യപിച്ച് വരുന്നു, ഒരു ഉദാഹരണം, മദ്യപിച്ച് വരുന്നു, വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ സാഹചര്യം എന്തായിരിക്കും? വന്നും വെറുതെ കിടന്നുറങ്ങുന്നവരുണ്ടാവും. നോക്കുമ്പോൾ ഒരു വളർന്നു വരുന്ന പെൺകുഞ്ഞുങ്ങളെല്ലാം കാണുന്നത് എന്താ? അമ്മ തുണി അലക്കുന്നു, അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നു, അമ്മ ജോലിക്ക് പോകുന്നു, അമ്മ എന്നെ പഠിപ്പിക്കുന്നു, അമ്മ എൻ്റെ വസ്ത്രം അലക്കുന്നു, എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. ഇവള് നാളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുള്ളതാണ്. നമ്മുടെ ഇടവകയിലെ കാര്യം ആദ്യം ഞാൻ പറഞ്ഞു, ഒരു കുഞ്ഞുങ്ങൾക്ക് വലിയ വിവരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പെൺകുഞ്ഞുങ്ങളെല്ലാവർക്കും അവരൊക്കെ മുമ്പ് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ വളർന്നു വരുന്ന പെൺകുഞ്ഞുങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് കുഞ്ഞുങ്ങളെ വേണം. കാരണം നിങ്ങൾ കണ്ടുവരുന്ന ഇതാണ് ഈ വീട്ടിൽ സംഭവിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഒരു കാര്യം വേണമെങ്കിൽ എല്ലാം മറ്റേ അടിമയെ പോലെ എല്ലാ കാര്യത്തിനും പെർമിഷൻ വാങ്ങിക്കണം. ഈ ഒരു സാഹചര്യത്തിൽ വളർന്നു വരുമോ ഇവിടെ? അവർക്ക് എവിടെ എന്ത് കാര്യം? ഇവന്റെയൊക്കെ കൂടെ എന്തിനു ഞാൻ ജീവിക്കുന്നു? എനിക്ക് പണമുണ്ട്, എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ സ്വാതന്ത്ര്യത്തിന്, എൻ്റെ സന്തോഷത്തിന് ജീവിക്കാമെങ്കിൽ എനിക്ക് എന്തിനാ ഞാനൊരുത്തിനെടുത്ത് തലേ ചുമക്കുന്നത്? പക്ഷെ ഇങ്ങനെ പകുതി ഷെയർ ചെയ്ത് എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്ന ഒരു ജീവിത പങ്കാളിയുടെ വീട്ടില് ആ കുടുംബം ആ ഒറ്റ സ്വാതന്ത്ര്യം കൃത്യമായിട്ട് കൊടുക്കുന്നിടത്ത് ആ കുഞ്ഞിന് അങ്ങനെ ഒരു പെൺകുഞ്ഞിന് അങ്ങനെ ഒരു ചിന്ത വരത്തില്ല. അപ്പൊ സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ ഈ വ്യക്തി സ്വാതന്ത്ര്യം കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ട് തലത്തിലും നമ്മൾ വളർന്നേ മതിയാവും. ഒന്നൊരു കൂട്ടായ്മ എന്ന നിലയിൽ, ഒരു ഇടവകയുടെ കീഴിൽ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ ഞങ്ങൾ ഒരു കുടുംബമാണെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, ഇല്ലെന്നല്ല. അതിനിയും 100 മടങ്ങ് വളരണം എന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. രണ്ടാമത്തെ കാര്യം, വ്യക്തികൾക്ക്, അതായത് ആണും പെണ്ണും രണ്ടുപേരെയും ഒരുപോലെ വളർത്തിക്കൊണ്ടുവരിക, ഒരേ സ്വാതന്ത്ര്യം കൊടുക്കുക. അതുങ്ങൾ ആ സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷത്തിൽ ജീവിക്കട്ടെ. അത് നന്മയൊക്കെ അവർ കണ്ടെത്തിക്കോളും, ഭയക്കൊന്നും വേണ്ട ആരെയും. അപ്പോൾ അത് കൊടുക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ ഇത് ഛിന്ന ഭിന്നമായി പോകും. നാളെ ഇങ്ങനെ ഒരു കൂട്ടായ്മയും ഇങ്ങനെ ഒരു ഇടവക തലവും ഇങ്ങനെ ഒരുമിച്ച് വന്നിരിക്കുന്ന ഇടങ്ങളൊന്നും എല്ലാം അസ്തമിക്കും. അത് നമ്മൾ മുന്നേ കണ്ടുകൊണ്ട് ഒരുമിച്ച് നിൽക്കാൻ മനസ്സായാൽ ഇങ്ങനെ നിൽക്കുന്ന ഈ ഇടവക കൂടുതൽ ശക്തമായിട്ട് വളരും. കൂടുതലുള്ള മനുഷ്യന്റെ വിഷമതകൾ കാണാനും പങ്കുവെക്കാനും ചേർത്ത് നിർത്താനായിട്ടുള്ള മനസ്സിന്റെ വിശാലത വളരും. വ്യക്തി ജീവിതത്തിൽ മനുഷ്യനെ നമുക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട് മനസ്സുണ്ടെങ്കിൽ അത് കൂടുതൽ വളർച്ചയിലേക്ക് മനുഷ്യനെ നയിക്കുകയുള്ളൂ. അപ്പോൾ അത് സാധ്യമാകണമെന്നൊരു ആഗ്രഹമാണ് ഉള്ളത്. ഏറെ പ്രത്യേകമായിട്ട് BCC എന്ന നിലയിൽ ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് നിൽക്കുന്നതിൽ വലിയ സന്തോഷം. ഒരു കാറ്റഗിസം നമുക്കുണ്ട്. ആ കാറ്റഗിസത്തിലൂടെ കുട്ടികളെ അവരുടെ എല്ലാ മേഖലയിലേക്കും വളർത്തിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നതിൽ സന്തോഷം. ഇത് കൂടുതൽ വലിയ തലത്തിലേക്ക് നമ്മുടെ ഇടവക ജനത്തിന്റെ എല്ലാ മേഖലയിലും അവരുടെ സങ്കടങ്ങളിലും വേദനകളിലും ഒരുമിച്ച് നിൽക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ മേഖലയിലും അവരെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് നമ്മുടെ ഇടവകയ്ക്ക് കൂടുതലായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. സ്നേഹസമൂഹങ്ങളുടെയും സ്നേഹനിലയം മതബോധന കേന്ദ്രത്തിന്റെയും വാർഷികം ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി റെവറൻഡ് ഫാദർ സോളമൻ ചാരങ്ങാട്ടിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പം മറ്റു വിശിഷ്ട അതിഥികളെ ക്ഷണിക്കുന്നു.
ഉദ്ഘാടന പ്രസംഗത്തിനായി റവറൻ ഫാദർ സോളമൻ ചാരങ്ങാട്ടിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറെ ആദരണീയനായ ജോസഫ് മരക്കാശ്ശേരിയച്ച, ബഹുമാനപ്പെട്ട ബോബൻ സർ, ശ്രീ ആന്റണി ലിപിൻ, ശ്രീമതി ജൂലി ഡിസൂസ, ശ്രീ ജാക്സൺ, മർവിൻ ഒലിവേരോ, സ്നേഹമുള്ള പള്ളി കമ്മിറ്റി അംഗങ്ങളെ, BCC ഭാരവാഹികളെ, മതാധ്യാപകരെ, ലരേറ്റോ കുടുംബാംഗങ്ങളെ, നമുക്കിന്ന് മതബോധന വാർഷികമാണ്. നമുക്ക് BCC വാർഷികമാണ്. എന്തുകൊണ്ട് ഈ വാർഷികം നടത്തുന്നു? എന്തുകൊണ്ട് വിശ്വാസ പരിശീലനം നടക്കുന്നു? BCC കൂട്ടായ്മകൾ നടത്തുന്നു? യുനോവായി കുറച്ചു പേര് മതാധ്യാപകരായിട്ട് കുഞ്ഞുങ്ങളെ വിളിച്ചുകൂട്ടി വളർത്തിയെടുക്കുവാൻ സമയം, അധ്വാനം മാറ്റിവെക്കാനായി, ശമ്പളമില്ലാതെ മാറ്റിവെക്കാൻ തയ്യാറാകുന്ന കുറച്ചു പേരിൽ ഒരേറ്റോയിൽ ജീവിച്ചിരിപ്പുണ്ട്. എന്തുകൊണ്ട് കുടുംബ കൂട്ടായ്മകൾ നടത്തുന്നു? കുറച്ച് മനുഷ്യര് സ്വന്തം കാര്യവും സ്വന്തം വീട്ടിലത്തെ കാര്യവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ടും ഒഴിവാക്കിക്കൊണ്ടും സമൂഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ കൂടി ഏറ്റെടുക്കുവാനായി സന്നദ്ധമായ കുറച്ച് മനുഷ്യരിവിടെ ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് കുടുംബ കൂട്ടായ്മകൾ നിലനിന്നു പോകുന്നു. വിശ്വാസ പരിശീലനം തുറന്നുകൊണ്ടേ പോകുന്നു. ഇങ്ങനെ കുറച്ചുപേരെ രൂപപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മളുടെ കൂട്ടായ്മ നിലനിൽക്കുവാൻ കാരണമാകുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എല്ലാ വ്യക്തികളും നമ്മൾ പഠിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? സ്വന്തം കാര്യത്തിന് വേണ്ടി, അല്ലെ? ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ, ഏറ്റവും നല്ല ജോലി കിട്ടാൻ, നല്ല ശമ്പളം കിട്ടാനായിട്ട്, നല്ല പങ്കാളിയെ കിട്ടാൻ, സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സംസ്കാരം. പ്രയോജനമില്ലാത്ത കാര്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ ലാഭമുള്ള കാര്യത്തിന് വേണ്ടി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംസ്കാരത്തിൽ മാധ്യമങ്ങളും മനുഷ്യരും എല്ലാം കൂടുതൽ സ്വാർത്ഥപരമായി ചിന്തിക്കാനായിട്ട് നമ്മളോട് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ഇതാ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ ഒരുമിച്ച് കൂടിയിട്ട് ഈ സ്വാർത്ഥതയ്ക്ക് ഉപരിയായിട്ടുള്ള ചിന്തകൾ മനുഷ്യർ പകർന്നു കൊടുക്കുന്നു. ലോകം മുഴുവൻ സ്വാർത്ഥരാകാനായിട്ട് പഠിപ്പിക്കുമ്പോൾ, നിസ്വാർത്ഥത മണ്ടത്തരമാണെന്ന് പഠിപ്പിക്കുമ്പോൾ, ഇവിടെ കുറച്ചുപേര് ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ചിന്തിക്കണം. അവരെയും കൂടെ ചേർത്ത് നിർത്തണം. അവർക്കും നന്മയുണ്ടാകണം. മനുഷ്യരെല്ലാം ഒരുമിച്ച് കൂടണം. നല്ല സ്നേഹം ഉണ്ടാകണം, സത്യം ഉണ്ടാകണം, മൂല്യം ഉണ്ടാകണം. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന കുറച്ച് മനുഷ്യര് ഈ സംസ്കാരത്തിലും ജീവിച്ചിരിപ്പില്ലേ? അതിന്റെ ആഘോഷമാണ് ഈ വാർഷികം. അതിന്റെ ആഘോഷമാണ്. എന്തുമാത്രം നാളും നിസ്വാർത്ഥത സമൂഹത്തിൽ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. നമ്മൾ പോലും നമ്മുടെ മക്കളെ കൂടുതൽ സ്വാർത്ഥരായി തീരുവാനായി ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ നിസ്വാർത്ഥമായി സമൂഹത്തിന് വേണ്ടി ചിന്തിക്കുന്ന, സമൂഹത്തിന്റെ നന്മയും മൂല്യവും വളർച്ചയും ആഗ്രഹിക്കുന്ന ഈ ചെറിയ അജഗണം എത്ര നാളുണ്ടാകുമോ ആവൂ. ഈ ചെറിയ അജഗണത്തെ അഭിനന്ദിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാർഷിക സമ്മേളനത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതാണ് ആ ചെറിയ അജഗണം? ഒരുപക്ഷെ അവരെല്ലാവരും ഇപ്പോൾ എന്റെ മുമ്പിൽ തന്നെ കേൾക്കുന്നവരാകണമെന്നില്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവും, അല്ലെ? ഇവിടെ കുട്ടികളുടെ ഡാൻസിന് വേണ്ടി അവർ ഒരുക്കുന്നവരുണ്ടാകാം. മീറ്റിംഗിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയോ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ ഇതിന്റെ പിന്നില് അണിയറയിലൊക്കെ ഉള്ളവരായിരിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഏറ്റവും കൂടുതൽ, ഏറ്റവും അഭിമാനത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ഐ കൺഗ്രാറ്റുലേറ്റ് യു, ഐ താങ്ക് യു, ഐ അപ്രീഷിയേറ്റ് യു. എന്തുകൊണ്ടാണ്? നിങ്ങളിൽ കുറെ പേർ നിങ്ങൾക്ക് ഭൗതികമായ ഒരു നേട്ടവുമില്ലാതെ കുടുംബ യൂണിറ്റ് നിലനിർത്താനായിട്ട് വീടുകൾ തോറും കൈയിറങ്ങുന്നു. എത്രയോ പേരെ ഫോൺ വിളിക്കുന്നു. നിങ്ങൾക്ക് ഒരു നയാ പൈസയുടെ ലാഭമില്ലാതെ റിപ്പോർട്ട് എഴുതാനും കണക്കുകൾ കൈകാര്യം ചെയ്യാനും കുടുംബ യൂണിറ്റ് നിലനിർത്തുവാനും ഭവനങ്ങൾ സന്ദർശിക്കുവാനും സഭയ്ക്ക് വേണ്ടി വീടുകൾ തെണ്ടി നടക്കുവാനും
വിമർശനങ്ങൾ കേൾക്കുമ്പോൾ അതിനെയും അതിജീവിച്ചുകൊണ്ട് വീണ്ടും പോകുവാനും ഒക്കെ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു ചൈതന്യമുള്ള കുറെ മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ വാർഷികം അർത്ഥപൂർണമാണ്. ഈ വാർഷികം അർത്ഥപൂർണമാണ്. അങ്ങനെയുള്ള കുറെ മനുഷ്യർ ഇവിടെ ഉണ്ട്. ഈ ഒരു ചെറിയ ഹോളിൽ ഇത്രയും പേര് നിറഞ്ഞിരിക്കുന്നില്ലേ? എന്തുകൊണ്ടാ? വേണമെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് മൊബൈലും കുത്തിക്കൊണ്ടിരിക്കാമായിരുന്നു, ടി വിയും കണ്ടോണ്ടിരിക്കാമായിരുന്നു, കിടന്നുറങ്ങാമായിരുന്നു. എന്തുകൊണ്ട് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു? ഇവിടുന്ന് പ്രത്യേകിച്ച് വലിയ ഭൗതികമായ ലക്ഷ്യങ്ങളോ സമ്പത്തോ ഒന്നും കിട്ടിയിട്ടൊന്നും അല്ലല്ലോ. സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ക്രിസ്തു പഠിപ്പിച്ച കുറെ ചിന്തകളുള്ള കുറെ മനുഷ്യര് ഇവിടെ ഉണ്ട്. നമ്മളുടെ സഭ, നമ്മുടെ വൈദികരും ധ്യാനവും നമ്മുടെ മാതാപിതാക്കളും ഒക്കെ എല്ലാം അങ്ങനെയുള്ള ഒരു സംസ്കാരം നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ദേവാലയത്തിലേക്ക്, സമൂഹത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സമയം കൊടുക്കാൻ തയ്യാറാകുന്നത്, പണം കൊടുക്കാൻ തയ്യാറാകുന്നത്, നിങ്ങളുടെ അധ്വാനം കൊടുക്കാൻ തയ്യാറാകുന്നത്. ഇത് വലിയൊരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ. ഈ കാലഘട്ടത്തിൽ വലിയൊരു കാര്യമാണ്. നമ്മുടെ മക്കൾ അല്ലെ, ഭൗതികമായ നേട്ടമൊന്നും ഇല്ലാതെ അവർ കാറ്റഗറിസത്തിൽ വന്ന് പഠിക്കുന്നില്ലേ? അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഭൗതികമായ നേട്ടമില്ലാതെ, സ്കൂളിൽ പരീക്ഷയ്ക്ക് നേട്ടമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ പറഞ്ഞയക്കുന്ന മാതാപിതാക്കളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. എന്നിട്ട് പോലും നമുക്കൊരു വിശ്വാസ പരിശീലനമില്ലേ? ലോകം പോകുന്നത് എവിടെയാ? എന്നിട്ടും നമ്മൾ ഈ വിശ്വാസത്തിൽ നിലനിൽക്കുന്നില്ലേ? അത് അഭിനന്ദനാർഹമല്ലേ? മതം ആവശ്യമില്ല, ദൈവം ആവശ്യമില്ല എന്ന് നിരന്തരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എല്ലാ മനുഷ്യരും പറയുമ്പോൾ പോലും ദൈവം ആവശ്യമുണ്ട്, സ്നേഹം ആവശ്യമുണ്ട്. മനുഷ്യൻ ജീവിക്കുന്നത് ശാസ്ത്രവും കണക്കും ബുദ്ധിയും മാത്രം കൊണ്ടുള്ളതല്ല, സ്നേഹം കൊണ്ടും ഹൃദയം കൊണ്ടും കൂടിയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ദൈവാലയത്തിനാണുള്ളത്, വിശ്വാസ പരിശീലനത്തിനാണുള്ളത്, പഠിക്കാനും പഠിപ്പിക്കാനും ആണുള്ളത്. മനുഷ്യർക്കൊന്ന് നേരമില്ല, എല്ലാവർക്കും തിരക്കാണ്, എല്ലാവർക്കും പരിപാടികളാണ്. എന്നിട്ടും നമ്മളുടെ കൂട്ടായ്മ നിലനിൽക്കുന്നില്ലേ? ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്ന അത്രയും ക്രിസ്തീയമായ ബോധ്യം നമ്മളുടെ പൂർവികരിൽ നിന്ന് നമുക്ക് കിട്ടിയത് കൊണ്ടും നമ്മളത് പകർന്നു കൊടുക്കുന്നത് കൊണ്ടാണ്. അതിന്റെ ഒരു ആഘോഷമായിരിക്കണം. ആ ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ പറ്റിയത്. അതുകൊണ്ടല്ലേ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചത്. അതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് കുറെ പരിപാടികൾ ഇവിടെ ഇല്ലേ? ഏത് ടീച്ചറിന് പൈസ കൊടുത്ത് പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ഇവിടെ കൂട്ടായ്മ കളിക്കുന്നത്? നമ്മൾ തന്നെ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു. നമ്മുടെ മതാധ്യാപകർ, നമ്മുടെ കുടുംബ വീട്ടുഭാരവാഹികൾ, നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരല്ലേ? നമ്മളത് ഭൗതികമായിട്ട് ചിന്തിച്ചോ? ട്യൂഷൻ പഠിപ്പിക്കുമ്പോഴത്തേക്കും ട്യൂഷൻ ഫീസ് കിട്ടുന്ന പോലെ ഈ ദേവാലയത്തിൽ കാറ്റഗിസം പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ചിന്തിച്ചോ? നമ്മുടെ ഉള്ള കുടുംബ യൂണിറ്റിന്റെ ഭാരവാഹികൾ അങ്ങനെ ഭൗതികമായിട്ട് ചിന്തിച്ചോ? എനിക്ക് പണം കിട്ടാതെ, എനിക്ക് സാലറി ഇല്ലാതെ, ഒരു അലവൻസ് ഇല്ലാതെ ഈ ജോലികളൊക്കെ ചെയ്യാനായിട്ട് മതാധ്യാപകരും കുടുംബ യൂണിറ്റ് ഭാരവാഹികളും കൈക്കാരന്മാരും പള്ളിക്കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ഇവിടെ ഇല്ലേ? അതൊക്കെ നിസ്വാർത്ഥമായ പ്രവൃത്തിയല്ലേ? എന്തുകൊണ്ടാണ്? യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെ ഒരു സ്നേഹമുള്ളതാണ്. അത് ബോധ്യമുള്ള മനുഷ്യരുള്ളതായതുകൊണ്ടാണ്. അതിനെ തരണം. ഈ ബോധ്യമാണ് നമുക്ക് പകർന്നു കൊടുക്കേണ്ടത്. ഇതാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചൈതന്യമാണ്. നമ്മൾ നിലനിർത്തേണ്ട, അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട കാര്യം ഇതാണ്. എന്റെ സ്നേഹമുള്ള മതാധ്യാപകരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. മതാധ്യാപകരെ, കുടുംബ യൂണിറ്റ് ഭാരവാഹികളെ, പള്ളിക്കമ്മിറ്റി അംഗങ്ങളെ, വിവിധ സംഘടനകളിലൂടെയൊക്കെ എല്ലാം ഇടവകയിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് ഒരു ഇടയ ദൗത്യമാണ്. ഇന്നത്തെ ഈ ഞായറാഴ്ചത്തെ സുവിശേഷം നിങ്ങൾക്കറിയാം അല്ലെ? യേശു പത്രോസിനോട് ചോദിച്ചു, ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നു? ഇവരെക്കാളൊക്കെ അധികമായി നീ സ്നേഹിക്കുന്നുണ്ടോ? ഉവ്വ് കർത്താവേ, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അപ്പൊ ഇവിടെയുള്ള മതാധ്യാപകർ മറ്റു ചെറുപ്പക്കാരേക്കാൾ മറ്റാരേക്കാൾ കൂടുതലായി നീ എന്നെ സ്നേഹിക്കുന്നു. ഉവ്വ് കർത്താവേ. അതുകൊണ്ടാണ് എല്ലാ ഞായറാഴ്ചയും മറ്റു ദിവസങ്ങളിലും എന്റെ വിലപ്പെട്ട സമയം ഞാൻ ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. കൈക്കാരന്മാര്, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, എന്തുകൊണ്ടാണ്? ഈശോയെ സ്നേഹിക്കുന്നവർ,
ഈശോയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ, അധ്വാനം മാറ്റിവെക്കാൻ, വിമർശനം കേൾക്കുവാൻ സന്നദ്ധരായവർ. മദർ തെരേസ ഈ ഒരുപാട് രോഗികളെയൊക്കെ എല്ലാം ശുശ്രൂഷിച്ചത് ആ രോഗികളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമായിരുന്നില്ല, ഈശോയോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു. ഈശോയ്ക്ക് വേണ്ടി ചെയ്തു. അതുപോലെ എന്റെ സ്നേഹമുള്ള മതാധ്യാപകരെ, മാതാപിതാക്കളെ, ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നതിൽ അഭിമാനമുള്ളവരാകുക, സന്തോഷമുള്ളവരാകുക. ആ സമയം നഷ്ടമായിട്ട് കരുതരുത്, ആ പണം നഷ്ടമായിട്ട് കരുതരുത്. ഇതൊക്കെ നേട്ടമാണ്. ഈ നേട്ടത്തെ നിങ്ങൾ സ്വാർത്ഥപരമായ ഭൗതികമായ കണ്ണുകൊണ്ട് കാണരുത്. ക്രിസ്തുവിന്റെ കണ്ണുകൊണ്ട്, ദൈവത്തിന്റെ കണ്ണുകൊണ്ട്, നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണുക. അതൊക്കെ നേട്ടമാണ്. സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്ന നേട്ടം. അങ്ങനെ നേട്ടം കൈവരിക്കുന്ന കുറെ പേർ ഇനിയും ലൊരേറ്റോ കുടുംബത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ സംസാരത്തിൽ ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെല്ലാവരെയും ഒരു കുടുംബമായി ചേർത്ത് നിർത്താനായി തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു പിതാവ്. അങ്ങനെ കുറച്ചുപേര് മാറി നിൽക്കുമ്പോഴും വിട്ടു നിൽക്കുമ്പോഴും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചേർത്ത് നിൽപ്പ് നൽകാതെ വരുമ്പോഴും സങ്കടം അനുഭവിക്കുന്ന ഒരു പിതാവ്. എല്ലാവരെയും ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ചെറുപ്പക്കാരെ, ദമ്പതികളെ, എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ ഒരു കുടുംബമായി ക്രിസ്തുവിലേക്ക്, ദൈവത്തിലേക്ക് തീർത്ഥാടനം ചെയ്തു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഇടയന്റെ ശബ്ദമാണ്, സങ്കടമാണ്, പ്രതീക്ഷയാണ് നമ്മൾ കേട്ടത്. ഇതൊക്കെ എന്ത് അനുഗ്രഹമാണ് എന്റെ പ്രിയമുള്ളവരെ. ഈ അനുഗ്രഹങ്ങളൊക്കെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. ഒരുപാട് നന്മകളാണ് നമുക്കുണ്ട്, അതൊക്കെ ആഘോഷിക്കണം. ഈ നന്മകൾ ആഘോഷിക്കുമ്പോഴും നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു വ്യക്തി മാറി നിൽക്കുമ്പോൾ, ഒരു കുട്ടി കാറ്റഗിസത്തിന് വരാതാകുമ്പോൾ, ഒരു കുടുംബ യൂണിറ്റ് ഒരു അല്പം വീക്കായി കഴിയുമ്പോൾ ഒക്കെ നമ്മൾ അനുഭവിക്കുന്നൊരു വിഷമമുണ്ട്. അതെന്താണ്? ഈ 100 ആടുകൾ ഉണ്ടായിരിക്കെ ഒരു ആട് മാറിപ്പോകുമ്പോൾ ആ ഇടയൻ അനുഭവിക്കുന്ന വേദനയാണ്, അല്ലേ? അത് ഈ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾക്കുണ്ടാകണം, മതാധ്യാപകർക്കുണ്ടാകണം, പള്ളിക്കമ്മിറ്റി അംഗങ്ങൾക്കാണ് ഈ ഒരു ഭാരം, മനസ്സിന്റെ ഭാരം. എന്താണ്? ആ ഒരു കുടുംബം നമ്മുടെ കൂടെ ഇല്ലല്ലോ, ആ കുഞ്ഞ് നമ്മുടെ കൂടെ ഇല്ലല്ലോ, അവൻ വരുന്നില്ലല്ലോ. ഇതാണ് നമ്മൾ അനുഭവിക്കേണ്ട വേദന. ആ വേദന നമ്മൾ പേറുമ്പോഴും നമുക്ക് ദൈവത്തിന് നന്ദി പറയാനായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നമ്മളെ അവിടുന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. നല്ല ഒരു കാഴ്ചപ്പാട്, ക്രിസ്തീയമായ സ്നേഹത്തിൽ അവൻ നമ്മളെ വിശദീകരിച്ചിട്ടുണ്ട്. ലൊരേറ്റോ ഇടവക കുടുംബത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നിങ്ങൾ നല്ലൊരു സമൂഹമാണ് കേട്ടോ. നിങ്ങളുടെ കൂടെ ഇവിടെ അച്ഛന്മാർ താമസിക്കുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം പറയുമെങ്കിൽ പോലും പുറത്തുനിന്ന് വന്ന് നമ്മളെ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക്, പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ രൂപതയുടെ ഇടവകളോ മറ്റു ഇടവകളിലോ ഒക്കെ എല്ലാമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് നന്മയുള്ള ഒരു വിശ്വാസി സമൂഹമാണ് നിങ്ങൾ. ഒരുപാട് നന്നായിട്ട് പങ്കുവെക്കുന്ന സമൂഹമാണ് നിങ്ങൾ. കൂട്ടായ്മയുള്ള, ഇനിയും വളരാനുണ്ടെങ്കിൽ പോലും കൂട്ടായ്മയുള്ള ഒരു സമൂഹമാണ് നിങ്ങൾ. സന്തോഷമുള്ള ഒരു സമൂഹമാണ് നിങ്ങൾ. മാന്യതയുള്ള, ജെന്റിലായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് നിങ്ങൾ. ദൈവത്തോടും ദേവാലയ കൂട്ടായ്മയോടും സഭയോടും കൂറുള്ള ഒരു സമൂഹമാണ് നിങ്ങൾ. നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും നേടും. കൂടുതൽ നല്ല വളർച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ബോബൻ സാറിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവരെയൊക്കെ എല്ലാം ഇങ്ങനെ ഇടവയ്ക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ ബോബൻ സാറിനെ കൂടുതലും ഫൊറോനയ്ക്കും രൂപതയ്ക്കും വേണ്ടി വിട്ടുകൊടുത്തേക്ക്, എന്നിട്ട് വേറെ ആൾക്കാരെ അവിടെ വളർത്തിയെടുക്കാൻ, അവരെയും വളർത്തിയെടുത്ത സ്ഥലത്തേക്ക് വിടണം. എങ്ങനെയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബോബൻ സാറും അതുപോലെയുള്ള രൂപതയ്ക്ക് വേണ്ടിയിട്ടും ഫൊറോനയ്ക്ക് വേണ്ടിയിട്ടും ഇടവയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ എല്ലാം നിശ്ചലമായി പ്രവർത്തിക്കുന്ന കൂടുതൽ ശുശ്രൂഷകർ ഇനിയും ഉണ്ടാകട്ടെ. അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, തനിക്ക് വേറെ പണിയൊന്നും ഇല്ലേടോ എന്ന് ചോദിക്കുന്നതല്ല, അങ്ങനെ സമൂഹത്തിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന, പണം മുടക്കുന്ന മനുഷ്യർക്ക് അഭിനന്ദനം കൊടുക്കുന്ന ഒരു സമൂഹമായി ഇനിയും വളരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഒരു BCCയുടെയും മതബോധന പ്രവർത്തനങ്ങളുടെയും വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.
താങ്ക് യു അച്ഛ. ഈ വർഷത്തെ BCC റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി നമ്മുടെ ഇടവകയിലെ BCC സെക്രട്ടറി ശ്രീമതി ജൂലി ഡിസൂസയെ ക്ഷണിച്ചുകൊള്ളുന്നു. BCCയുടെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. ലോറേറ്റോ ഇടവകയുടെ ഏറ്റവും സ്നേഹാധരണീയനായ ജോസഫ് അച്ഛ, ഉദ്ഘാടകൻ സോളമൻ അച്ഛ, BCC പ്രസിഡന്റ് ശ്രീ ജാക്സൺ, ബോബൻ സാർ, ലിബിൻ സാർ, സ്നേഹം നിറഞ്ഞ ഇടവക സഹോദരങ്ങളെ, ഈ വർഷത്തെ BCC പ്രവർത്തനങ്ങൾക്ക് ഒരു നല്ല തുടക്കം ആലപ്പുഴ രൂപത ഓരോ ഫെറോനയിൽ നടത്തിയ സംഗമത്തിലൂടെ ലഭിക്കുകയുണ്ടായി. ഒന്നായി ഒരാത്മാവായി എന്ന ആപ്തവാക്യം പൂർണ്ണമായി ഉൾക്കൊണ്ടായിരുന്നു BCCയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ. വിവിധ ശുശ്രൂഷ സമിതികളെ എല്ലാവർക്കും പരിചയപ്പെടുത്തിക്കൊണ്ട് മോൺസിഞ്ഞോർ ജോയ് പുത്തൻ വീട്ടിൽ നടത്തിയ ക്ലാസ് എല്ലാവർക്കും ഒരു പുത്തൻ ഉണർവ് നൽകി. അവിടെ നടന്ന എല്ലാ ക്ലാസുകളും നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജം പകർന്നു നൽകുന്നതായിരുന്നു. തുടർന്ന് മാർച്ച് മാസത്തിൽ ഓരോ സമൂഹങ്ങളുടെയും മീറ്റിംഗിൽ ശുശ്രൂഷ സമിതിയുടെ പ്രസക്തിയെക്കുറിച്ച് സംഗമത്തിൽ പങ്കെടുത്തവർ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ലോറേറ്റോ ഇടവകയിൽ ഫെറോന സംഗമനത്തിന് ശേഷമുള്ള മീറ്റിംഗുകളിൽ ഒരു പുത്തൻ ഉണർവ് കാണുവാൻ ഇടയായി. എല്ലാ കുടുംബങ്ങളെയും പങ്കെടുപ്പിക്കുവാനായി, അവരെ പ്രോത്സാഹിപ്പിക്കുവാനായി രസകരമായ രീതിയിലുള്ള പ്രോഗ്രാമുകൾ ഓരോ സ്നേഹ സമൂഹങ്ങളും അവതരിപ്പിച്ചു പോരുന്നു. ഓരോ മാസത്തിലും ബർത്ത്ഡേയും വിവാഹ വാർഷികങ്ങളും ആഘോഷിക്കുന്നവരെ പ്രത്യേകം ആശംസകൾ അറിയിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അതുപോലെ വിവിധ സുവിശേഷ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബൈബിൾ ക്വിസ് നടത്തിപ്പോരുന്നു. മീറ്റിംഗിൽ പങ്കെടുക്കുന്നവർക്ക് വീട്ടിലേക്ക് ഉപകരിക്കുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നൽകുന്നു. കൂടാതെ ഓരോ മാസത്തെയും മികച്ച സ്നേഹ സമൂഹത്തെ തിരഞ്ഞെടുത്ത് രാജൻ വേനങ്കാട്ടച്ഛന്റെ മെമ്മോറിയൽ ട്രോഫിയും നൽകുന്നു. ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിക്കപ്പെടുന്ന ഒരു വീടിന്റെ പകുതി സഹായം രൂപതയിൽ നിന്നും ലഭിച്ചപ്പോൾ ബാക്കി കണ്ടെത്തേണ്ട തുക ഒക്ടോബർ മാസത്തിൽ നടത്തിയ ജപമാലയിലെ കാഴ്ചവെപ്പിൽ കുടുംബ കൂട്ടായ്മ അകമഴിഞ്ഞ് കാഴ്ചവെപ്പ് നടത്തിയതിലൂടെ സമാഹരിച്ചു. മെയ് മാസത്തിൽ പണി പൂർത്തീകരിച്ച് ആ കുടുംബത്തിന് കൈമാറുകയും ചെയ്തു. കൂടാതെ ഇനി ഒരു ഭവനത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ലോഗോസ് ക്വിസ് ഇടവകയിൽ നിന്നും പരമാവധി ആൾക്കാരെ പങ്കെടുപ്പിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി BCC മീറ്റിങ്ങുകളിൽ പറഞ്ഞ് കൂടുതൽ പേരെ പങ്കെടുപ്പിക്കുവാൻ സാധിച്ചു. ഏതാണ്ട് 70ഓളം പേർ നല്ല മാർക്ക് വാങ്ങി വിജയിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 1-ാം തീയതി ഗ്രാൻഡ് പാരന്റ്സ് ഡേ നടത്തി തിരഞ്ഞെടുത്ത ചില സ്നേഹ സമൂഹങ്ങളായിരുന്നു വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച് മുതിർന്ന മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചത്. ജപമാലയുടെ അവസാന ദിവസം BCC ഭാരവാഹികളുടെയും പള്ളി കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സ്നേഹവിരുന്ന് നൽകുകയുണ്ടായി. ഓരോ സ്നേഹ സമൂഹത്തിൽ നിന്നും ഒരാൾ വീതം മാതാവായി വേഷപ്പകർച്ച നടത്തുകയും ചെയ്തു. സ്നേഹ സമൂഹങ്ങളിലെ ക്രിസ്മസ് ആഘോഷം ഏറ്റവും മനോഹരമായി ക്രിസ്മസ് കരോളിന്റെയും സ്കിറ്റുകളുടെയും ഗാനങ്ങളുടെയും അകമ്പടിയോടെ എല്ലാ സ്നേഹ സമൂഹങ്ങളും നടത്തുകയുണ്ടായി. ഇടഭാഗങ്ങൾ എല്ലാവരും ചേർന്ന് ബൈബിൾ കൈയെഴുത്തു പ്രതി എഴുതുവാൻ തീരുമാനിക്കുകയും BCCകളിൽ അവതരിപ്പിച്ച് എഴുതുവാനുള്ളവരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനത്താൽ എഴുതി പൂർത്തിയാക്കുകയും അഭിവന്ദ്യ ജെയിംസ് പിതാവ് പ്രകാശനം ചെയ്യുകയും ചെയ്തു. എല്ലാ സ്നേഹ സമൂഹങ്ങളുടെയും ആത്മാർത്ഥമായ പ്രവർത്തനത്താൽ ഇടവകയിലെ BCCയുടെ പ്രവർത്തനങ്ങൾ ദൈവാനുഗ്രഹത്താൽ ഭംഗിയായി നടന്നു പോകുന്നു. ഇടവകയിലെ 500 കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സവിനയം സമർപ്പിക്കുന്നു എന്ന് ഇടവക BCC സമിതിക്ക് വേണ്ടി സെക്രട്ടറി ജൂലി ഡിസൂസ. മുന്നോടിയായി കുറച്ച് സമ്മാനദാനം നിർവഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജാക്സൺ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പം സമ്മാനം കൊടുക്കുന്നതിനായി സോളമൻ അച്ഛനെയും ക്ഷണിക്കുന്നു. നമ്മളിപ്പോൾ BCC റിപ്പോർട്ട് വായിച്ചു കേട്ടായിരുന്നു. നമ്മൾ എല്ലാ മാസവും ഏറ്റവും നല്ല സ്നേഹ സമൂഹത്തെ തിരഞ്ഞെടുത്ത് നമ്മൾ ഓരോ മാസത്തിൻ്റെയും അവസാനത്തെ ഞായറാഴ്ച സമ്മാനം കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം BCC വാർഷികം ഉള്ളത് കാരണം നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച അത് കൊടുത്തില്ല. അപ്പോൾ ഈ ഞായറാഴ്ച, അതായത് കഴിഞ്ഞ മാസത്തെ
ഈ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2 യൂണിറ്റുകൾക്കാണ് ഇന്ന് ബെസ്റ്റ് യൂണിറ്റുകളായി 2 യൂണിറ്റുകളെയാണ് നമ്മൾ ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സമ്മാനം വാങ്ങുന്നതിനായിട്ട് ഈ യൂണിറ്റുകളെ കുറിച്ച് പറയുമ്പോൾ 1-2 കാര്യങ്ങൾ പറയുവാനുണ്ട്. യൂണിറ്റ് മീറ്റിംഗ് എങ്ങനെ സജീവതയോടുകൂടി കൊണ്ടുപോകാം എന്ന് നമുക്ക് എല്ലാവർക്കും നോക്കി കാണേണ്ട യൂണിറ്റുകളാണ് ഈ 2 യൂണിറ്റുകൾ. അപ്പോൾ ഇവരെ ഏറ്റവും സ്നേഹപൂർവ്വം ഇവരുടെ ഭാരവാഹികളെ ഈ സമ്മാനം ഏറ്റുവാങ്ങുവാനായി ക്ഷണിക്കുകയാണ്. സെയിന്റ് സെബാസ്റ്റ്യൻ ആൻഡ് സെയിന്റ് മോണിക്ക, ഈ 2 സ്നേഹസമൂഹങ്ങളുടെ ഭാരവാഹികളെ ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. സമ്മാനം നൽകുവാനായി നമ്മുടെ ഫെറോന വികാരി വെരി റവറന്റ് ഫാദർ സോളമൻ ചാരങ്കാട്ട് അച്ഛനെയും ക്ഷണിക്കുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം നമുക്ക്. താങ്ക് യു സർ. അടുത്തതായി സമ്മാനദാനം തന്നെയാണ്. നമ്മുടെ സ്നേഹനിലയം സൺഡേ സ്കൂളിലെ ബെസ്റ്റ് ലിറ്റേർജിക്കുള്ള സമ്മാനദാനങ്ങൾക്കായി സോളമൻ അച്ഛനെ തന്നെ ക്ഷണിക്കുകയാണ്. ആദ്യമേ LP വിഭാഗം ബെസ്റ്റ് ലിറ്റേർജിക്ക് കിട്ടിയിരിക്കുന്നത് സ്റ്റാൻഡേർഡ് 3rd 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളും ടീച്ചറും വന്ന് സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. സ്റ്റാൻഡേർഡ് 7 7ാം ക്ലാസ്സിലെ ടീച്ചേഴ്സും വിദ്യാർത്ഥികളും വന്ന് സമ്മാനം ഏറ്റുവാങ്ങാം. സ്റ്റാൻഡേർഡ് 3rd. നല്ലൊരു കയ്യടി ആവുക. UP സെക്ഷൻ സ്റ്റാൻഡേർഡ് 7. ഹൈസ്കൂൾ സെക്ഷൻ സ്റ്റാൻഡേർഡ് 9. ഹൈസ്കൂൾ വിഭാഗം സ്റ്റാൻഡേർഡ് 9, ഹയർ സെക്കൻഡറി വിഭാഗം സ്റ്റാൻഡേർഡ് 12. സ്റ്റാൻഡേർഡ് 9ലെ ടീച്ചറിനെയും സ്റ്റുഡൻസിനെയും നല്ലൊരു കൈയടിയോടുകൂടി സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കാം. സ്റ്റാൻഡേർഡ് 12ലെ സർ നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് അടുത്തതായി ഗ്രൂപ്പ് ലിറ്റേർജി തന്നെ ഗ്രൂപ്പ് വിഭാഗത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് സെയിന്റ് മാത്യു ഗ്രൂപ്പ് വിഭാഗങ്ങൾ എല്ലാവരും സ്റ്റേജിൽ വന്ന് സമ്മാനം ഏറ്റുവാങ്ങണം. Second prize, Saint John and Saint Mark. Saint John and Saint Mark. Second prize കിട്ടിയിരിക്കുന്ന സെയിന്റ് ജോണിലെയും സെയിന്റ് മാർക്കിലെയും ടീച്ചേഴ്സും വിദ്യാർത്ഥികളും വന്ന് സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. സെയിന്റ് മാർക്കിലെ ടീച്ചേഴ്സും വിദ്യാർത്ഥികളും സമ്മാനം ഏറ്റുവാങ്ങുന്നു. തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് സെയിന്റ് ലൂക്കിലെ ടീച്ചേഴ്സ്, വിദ്യാർത്ഥികൾ, PT അംഗങ്ങൾ എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി. നല്ലൊരു കൈയടി കൊടുക്കാം.
നൽകുന്നതിനായി ബോബൻ സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു അച്ഛ. ബെസ്റ്റ് ക്ലാസ് LP വിഭാഗം സ്റ്റാൻഡേർഡ് 4ത്തിലെ ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും വന്ന് സ്റ്റേജിൽ വന്ന് സമ്മാനം ഏറ്റുവാങ്ങാം. സ്റ്റുഡൻസിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. UP വിഭാഗം സ്റ്റാൻഡേർഡ് 7 നല്ലൊരു കൈയടി കൊടുക്കാം. ബെസ്റ്റ് ക്ലാസ് ആയിട്ട് LP സെക്ഷനിൽ നിന്ന് സ്റ്റാൻഡേർഡ് 4 ആണ്. UP വിഭാഗം സ്റ്റാൻഡേർഡ് 7 UP വിഭാഗം സ്റ്റാൻഡേർഡ് 7 ഹൈസ്കൂൾ വിഭാഗം സ്റ്റാൻഡേർഡ് 8 8ാം ക്ലാസ്സിലെ ടീച്ചേഴ്സും വിദ്യാർത്ഥികളും എല്ലാവരും വന്ന് സ്റ്റേജിൽ വന്ന് 8ാം ക്ലാസ്സിലെ കുട്ടികൾ വന്ന് സ്റ്റേജിൽ വന്ന് സമ്മാനം ഏറ്റുവാങ്ങാം. ഹയർ സെക്കൻഡറി വിഭാഗം സ്റ്റാൻഡേർഡ് 11 സ്റ്റാൻഡേർഡ് 11ലെ ടീച്ചറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. സമ്മാനം ഏറ്റുവാങ്ങിയ എല്ലാവർക്കും പ്രോത്സാഹനങ്ങൾ നേർന്നുകൊണ്ട് അടുത്തതായി സ്നേഹനിലയം റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ശ്രീ ജാക്സൺ ചില്ലിട്ടശ്ശേരി സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ റവറൻ ഫാദർ ജോസഫ് മരക്കാശ്ശേരി, നമ്മുടെ വിശിഷ്ടാതിഥിയായി ഇന്നിവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ ഫെറോന വികാരി വെരി റവറൻ ഫാദർ സോളമൻ ചാരക്കാട്ട്, നമ്മുടെ BCCയുടെ കണ്ടക്കട ഫെറോന കൺവീനർ എത്രയും സ്നേഹം നിറഞ്ഞ ബോബൻ സർ, നമ്മുടെ സ്നേഹനിലയം പ്രൊമോട്ടർ ലിബിൻ സർ, BCC സെക്രട്ടറി ശ്രീമതി ജൂലി ഡിസൂസ, മറ്റു മാതാപിതാക്കളെ, PTA അംഗങ്ങളെ, ഇടവക ജനങ്ങളെ. അപ്പൊ നമ്മുടെ ഇന്ന് സ്നേഹനിലയം സൺഡേ സ്കൂളിന്റെ വാർഷികമാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ വളരെ ചുരുക്കി ഒന്ന് നിങ്ങളുടെ അറിവിലേക്ക് ഒന്ന് ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം എന്ന വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്നേഹനിലയം സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട ഡയറക്ടർ ജോസഫ് മരക്കാശ്ശേരിയുടെ നേതൃത്വത്തിൽ പ്രൊമോട്ടർ ലിബിൻ സാറിന്റെയും മറ്റ് അധ്യാപകരുടെയും PTA ഭാരവാഹികളുടെയും മാതാപിതാക്കളുടെയും കുട്ടികളുടെയും ആത്മാർത്ഥമായ പ്രവർത്തനത്താൽ വളരെ ഭംഗിയായി നടന്നു പോകുന്നു. കഴിഞ്ഞ വർഷം രൂപതാ തലത്തിൽ മേജർ സെന്ററുകളുടെ വിഭാഗത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് പുതിയൊരു ഊർജം പകർന്നു നൽകുകയുണ്ടായി. രൂപതാ സുവിശേഷ ഭവൻ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ അതേപടി പ്രാവർത്തികമാക്കുവാൻ സ്നേഹനിലയം സൺഡേ സ്കൂൾ ആത്മാർത്ഥമായി ശ്രമിക്കുന്നു. ഈ വർഷത്തെ ആദ്യത്തെ പ്രവർത്തനം കുട്ടികളുടെ സെൻസസ് എടുക്കുക എന്നതായിരുന്നു. അധ്യാപകരും ഓരോ യൂണിറ്റിലെ ഭാരവാഹികളും ചേർന്ന് മെയ് മാസത്തിൽ സെൻസസ് പൂർത്തിയാക്കി. ഇടവകയിലെ 498 കുടുംബങ്ങളിലായി നടത്തിയ സെൻസസിൽ നിന്ന് 208 കുട്ടികൾ 1 മുതൽ 13 വരെ ക്ലാസ്സുകളിൽ പഠിക്കേണ്ടവരാണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അയൽ ഇടവകയിൽ നിന്നുള്ള കുട്ടികളോട് ചേർത്ത് 230 കുട്ടികളാണ് സ്നേഹനിലയം സൺഡേ സ്കൂളിൽ പഠിക്കുന്നത്. ഈ വർഷത്തെ സുവിശേഷ ഭവന്റെ ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവിന്റെ സഭയെ അറിയുക എന്ന ആപ്തവാക്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ജ്വലിക്കുന്ന മക്കളായി തീരുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും അനുഭവിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സ്നേഹനിലയം സൺഡേ സ്കൂൾ പ്രാവർത്തികമാക്കിയത്. എല്ലാ ശനിയാഴ്ചയും അധ്യാപകർ ടീച്ചിങ് നോട്ടും എയ്ഡും ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛന്റെ മുമ്പിൽ സമർപ്പിക്കുകയും അച്ഛൻ അത് പരിശോധനയ്ക്ക് വിധേയമാക്കി ആവശ്യമായ തിരുത്തലുകൾ നൽകുകയും ചെയ്യുന്നു. പ്രൊമോട്ടർ ലിബിൻ സാർ എല്ലാവരും ടീച്ചിങ് നോട്ടും എയ്ഡും സമർപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. കുട്ടികളുടെ ദിവ്യബലിക്ക് ശേഷം അസംബ്ലിയിൽ അന്നേ ദിവസം കാഴ്ചവെപ്പ് നടത്തുന്ന കുട്ടികൾ അന്നത്തെ വിശുദ്ധരെ പരിചയപ്പെടുത്തുകയും ആ വിശുദ്ധനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ക്വിസായി ചോദിച്ച് സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. ആ ആഴ്ചയിലെ പ്രധാനപ്പെട്ട സഭാ വാർത്തകളും പരിശുദ്ധ പിതാവിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വാർത്തകളും അവതരിപ്പിക്കുന്നു.
ദിവ്യബലിക്ക് നേരത്തെ എത്തിച്ചേരുന്ന കുട്ടികൾക്ക് ടോക്കൺ നൽകി അവരിൽ നിന്ന് ഒരാളെ അന്നേ ദിവസത്തെ മോർണിംഗ് ഏഞ്ചലായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. കുട്ടികളെ വചനം പഠിക്കുവാൻ ഉത്സാഹം ഉള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വചനദീപ്തി എന്ന വചനാധിഷ്ഠിത പ്രോഗ്രാം സംഘടിപ്പിക്കുകയും വചനം പഠിച്ച് എഴുതിക്കൊണ്ട് വരുന്നവരിൽ നിന്ന് തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് അസംബ്ലിയിൽ വചനങ്ങൾ പറയുവാൻ അവസരം നൽകുകയും സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. ലൈബ്രറി ബുക്ക് റിവ്യൂ. വായനാശീലം വളർത്തുന്നതിനായി ഓരോ മാസവും ലൈബ്രറി പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്ന കുട്ടികളിൽ നിന്നും മികച്ച രീതിയിൽ റിവ്യൂ എഴുതുന്നവരിൽ ഒരാളെ തിരഞ്ഞെടുത്ത് റീഡർ ഓഫ് ദ മന്ത് സമ്മാനം നൽകുന്നു. സ്നേഹനിലയം സൺഡേ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി കുട്ടികളെയും അധ്യാപകരെയും PTA അംഗങ്ങളെയും 4 ഗ്രൂപ്പുകളായി തിരിച്ചിരുന്നു. ഈ 4 ഗ്രൂപ്പുകൾ 4 സുവിശേഷകന്മാരുടെ പേരിലാണ് അറിയപ്പെട്ടത്. ഈ പ്രാവശ്യം ലോഗോസ് ക്വിസിന് ഇടവകയിൽ നിന്നും കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്യുകയും 278 പേർ പങ്കെടുക്കുകയും ചെയ്തു. സ്നേഹനിലയം സൺഡേ സ്കൂളിന്റെയും BCC അജപാലന ശുശ്രൂഷ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ ലോഗോസ് ക്വിസിന് ഒരുങ്ങുവാനുള്ള പാഠഭാഗങ്ങൾ തയ്യാറാക്കി നൽകുകയും ഓരോ ആഴ്ചയിലും ഓൺലൈൻ പരീക്ഷ നടത്തി കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഇടവകയിൽ നിന്ന് ലോഗോസ് ക്വിസ് എഴുതിയവരിൽ നിന്ന് 74 പേർക്ക് 40% മുകളിൽ മാർക്ക് ലഭിച്ചു. 2 പേർക്ക് രൂപതാ തലത്തിലും സമ്മാനം ലഭിക്കുകയുണ്ടായി. മിഷൻ സൺഡേ. ഈ പ്രാവശ്യം മിഷൻ സൺഡേ വിവിധ പരിപാടികളോട് കൂടിയാണ് സ്നേഹനിലയം സൺഡേ സ്കൂൾ ആഘോഷിച്ചത്. വിവിധങ്ങളായ കളികൾക്ക് പുറമെ ഫുഡ് കോർട്ട്, നാടൻ തട്ടുകട, ഐസ്ക്രീം, കൂൾ ഡ്രിങ്ക് സ്റ്റാൾസും ഉണ്ടായിരുന്നു. മിഷൻ ലക്കി കൂപ്പണിലൂടെ കുട്ടികൾ നല്ലൊരു തുക സമാഹരിച്ച് നൽകുകയും ചെയ്തു. ഈ വർഷത്തെ ക്രിസ്തുരാജന്റെ തിരുനാൾ ഏറ്റവും മനോഹരമായി ആഘോഷിക്കുവാൻ സാധിച്ചു. റാലിക്കായി ഓരോ ക്ലാസ്സുകാരും ബൈബിളിലെ വിവിധ സന്ദർഭങ്ങൾ ദൃശ്യവൽക്കരിക്കുകയും ചെയ്തു. ക്രിസ്മസ് ആഘോഷം. ക്രിസ്മസ് ഏറ്റവും അർത്ഥവത്തായി ആഘോഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബൈബിൾ പാരായണ മാസമായി ആചരിച്ചു. ഡിസംബർ 1 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷങ്ങളിൽ നിന്ന് ഓരോ അധ്യായങ്ങളിൽ വെച്ച് കുട്ടികളും അധ്യാപകരും മാതാപിതാക്കളും വായിക്കുകയും ഇതിനോടനുബന്ധിച്ച് ക്വിസ് നടത്തി സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. കൂടാതെ ഡിസംബർ 1 മുതൽ 24 വരെ മുടങ്ങാതെ പള്ളിയിൽ വന്ന കുട്ടികൾ തങ്ങൾ ചെയ്ത പുണ്യപ്രവൃത്തികൾ ഇലരൂപത്തിലുള്ള പേപ്പറിൽ എഴുതി നന്മയുടെ പുൽക്കൂട് നിർമ്മിക്കുകയും ചെയ്തു. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷം. ഈ വർഷത്തെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ജനുവരി 17, 18, 19 തീയതികളിൽ നടന്നു. അധ്യാപകരും PTA അംഗങ്ങളും ചേർന്നാണ് തിരുനാൾ ഏറ്റെടുത്ത് നടത്തിയത്. സ്നേഹനിലയം സൺഡേ സ്കൂളിലെ കുട്ടികൾ തിരുനാളിനോടനുബന്ധിച്ച് പരിചമുട്ടുകളി പഠിച്ച് പ്രദക്ഷിണ സമയത്ത് അരങ്ങേറ്റം നടത്തുകയും ചെയ്തു. അവസാന ദിവസം നാടകത്തോടെ തിരുനാൾ ഭംഗിയായി ആഘോഷിക്കുവാൻ സാധിച്ചു. ബൈബിൾ കയ്യെഴുത്ത് പ്രതി. ഇടവകയുടെ ദീർഘനാളായുള്ള സ്വപ്നമായ ബൈബിൾ കയ്യെഴുത്ത് പ്രതി പൂർത്തീകരിക്കുവാൻ സാധിച്ചു. സ്നേഹനിലയം സൺഡേ സ്കൂളും BCC അജപാലന സമിതിയും ചേർന്നാണ് ഇതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയത്. സൺഡേ സ്കൂൾ അധ്യാപികയായ ജോസീലിയ ടീച്ചറായിരുന്നു ചീഫ് കോർഡിനേറ്റർ. ഇടവക ജനങ്ങളുടെ സഹകരണത്താൽ പൂർത്തീകരിച്ച കയ്യെഴുത്ത് പ്രതി അഭിവന്ദ്യ ജെയിംസ് ആനാപ്പറമ്പിൽ പിതാവ് ഫെബ്രുവരി 16 പ്രകാശനം ചെയ്യുകയും ചെയ്തു. വാർഷിക പരീക്ഷ. സ്നേഹനിലയം സൺഡേ സ്കൂളിലെ വാർഷിക പരീക്ഷ ഫെബ്രുവരി 9, 23 തീയതികളിലായി നടക്കുകയുണ്ടായി. ഭൂരിഭാഗം കുട്ടികളും പരീക്ഷയിൽ പങ്കെടുക്കുകയും ചെയ്തു. പരീക്ഷയിൽ വിവിധ കാരണങ്ങളാൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന കുട്ടികൾക്ക് റീടെസ്റ്റ് നടത്തുകയും ചെയ്യുകയുണ്ടായി. 100% കുട്ടികളും വിജയിക്കുകയും ചെയ്തു. VFF പ്രോഗ്രാം. ഏപ്രിൽ 24, 25, 26 തീയതികളിലായി ഇടവകയിൽ നടത്തിയ VFF പ്രോഗ്രാം യഥാർത്ഥത്തിൽ ഒരു ഉത്സവം തന്നെയായിരുന്നു. 3 ദിവസവും കുട്ടികൾക്ക് ഭക്ഷണവും ചായയും ജ്യൂസും ഒക്കെ നൽകിയിരുന്നു ആണ് VFF നടത്തിയത്. BCCയുടെ പൂർണ്ണമായ സഹകരണം ഇതിനുണ്ടായിരുന്നു. ഈ 3 ദിവസവും കുട്ടികളുടെ അവധിക്കാലത്തെ മറക്കാനാവാത്ത 3 ദിവസമായി മാറ്റുവാൻ കഴിഞ്ഞു. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണത്താലും ദൈവാനുഗ്രഹത്താലും ലൊറേറ്റോ സ്നേഹനിലയം സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കുന്നു. ഇതിനായി ഞങ്ങളെ പ്രാപ്തരാക്കിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് സവിനയം സമർപ്പിക്കുന്നു. താങ്ക് യു സർ. സമ്മാനദാന ചടങ്ങുകളാണ്. കൊറോണ ലെവൽ 12ാം ക്ലാസ് സ്കോളർഷിപ്പ് എക്സാമിന് സ്നേഹനിലയത്തിന് അഭിമാനമായി 1ാം റാങ്ക് നേടി ജോവാന ജെറൂഷ CJ.
സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. സമ്മാനദാനം നിർവഹിക്കുന്നതിനായി ജോസഫ് അച്ഛനെ ക്ഷണിക്കുന്നു. അടുത്തതായി താങ്ക് യു ജോവാന. അടുത്തതായി വാർഷിക പരീക്ഷയിൽ ഈ ഒരു 2024-25 വർഷത്തിൽ നടന്ന എക്സാംസിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയവരുടെ സമ്മാനത്തിന് അർഹരായ കുട്ടികളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അതിനായി സമ്മാനം നിർവഹിക്കുന്നതിനായി കൈക്കാരൻ ജോളി ഞങ്ങളെ ക്ഷണിക്കുന്നു. 1ാം ക്ലാസ്സിൽ നിന്നും ഇസ മെറിയം ആഷിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഇസ മെറിയം ആഷിൽ, ഹാർലിൻ മരിയ ഹെർട്ടിസ്. 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് ഇസ മെറിയം ആഷിൽ, ഹാർലിൻ മരിയ ഹെർട്ടിസ്. നല്ലൊരു കൈയടി കൊടുക്കാം നമ്മുടെ കുട്ടികൾക്ക്. 1ാം റാങ്ക് നേടി വിജയിച്ച കുട്ടികളാണ് ഇവര്. സ്റ്റാൻഡേർഡ് 2 നിന്നും എയിൻട്രില ഒലിവേറോ. സ്റ്റാൻഡേർഡ് 2 എയിൻട്രില ഒലിവേറോ. നല്ലൊരു കൈയടി കൊടുക്കാം മാതാപിതാക്കൾ വന്ന് ഏറ്റുവാങ്ങുന്നതിനായിട്ട്. സ്റ്റാൻഡേർഡ് 3 നിന്നും ജൊഹാൻ ഹാരി. 3ാം ക്ലാസ് വിദ്യാർത്ഥിയായി ജൊഹാൻ ഹാരിക്കാണ് 1ാം റാങ്ക് നേടിയിരിക്കുന്നത്. നല്ലൊരു കൈയടിയോടുകൂടി ജൊഹാനെ ക്ഷണിക്കുന്നു. 4ാം ക്ലാസ്സിൽ നിന്ന് ഹെയ്ലിൻ അൽഫോൺസ ഹെർട്ടിസ്. ഹെയ്ലിൻ അൽഫോൺസ ഹെർട്ടിസ് 4ാം ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക് നേടിയ വിദ്യാർത്ഥിയാണ്. 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക് നേടിയത് ഇമാനുവൽ ഫ്രാൻസിസ് ജോർജ്. 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക് നേടി ഇമാനുവൽ ഫ്രാൻസിസ് ജോർജ്. സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. സ്റ്റാൻഡേർഡ് 6 മിലൻ ആന്റണി. സ്റ്റാൻഡേർഡ് 6 മിലൻ ആന്റണി. നല്ലൊരു കൈയടി കൊടുക്കാം നമ്മുടെ വിദ്യാർത്ഥികൾക്ക്. സ്റ്റാൻഡേർഡ് 7 മരിയ അമാൻഡ. സ്റ്റാൻഡേർഡ് 7 മരിയ അമാൻഡ. സ്റ്റാൻഡേർഡ് 8 ഏഞ്ചൽ ഇസബella. 8ാം ക്ലാസ്സിൽ നിന്നും ഫസ്റ്റ് റാങ്ക് നേടി ഏഞ്ചൽ ഇസബella. സ്റ്റാൻഡേർഡ് 9 നിന്നും 1ാം റാങ്ക് നേടിയത് എയ്ലിൻ അന്ന ഡിസിൽവ. നല്ലൊരു കൈയടിയോടുകൂടി നമ്മളുടെ വിദ്യാർത്ഥികളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം. എയ്ലിൻ അന്ന ഡിസിൽവ, സ്റ്റാൻഡേർഡ് 9. സ്റ്റാൻഡേർഡ് 10 ഇവ മരിയ. ഇവ മരിയക്കാണ് 10ാം ക്ലാസ്സിൽ നിന്നും 1ാം റാങ്കോടുകൂടി വിജയിച്ചിരിക്കുന്നത്. 11ാം ക്ലാസ്സിൽ 1ാം റാങ്ക് നേടിയ സിൻഡ ഡി കബ്രാൾ. സിൻഡ ഡി കബ്രാൾ. 12ാം ക്ലാസ്സിൽ 1ാം റാങ്ക് നേടി ജോആന ജെറൂഷ CJ. നല്ലൊരു കൈയടിയോടുകൂടി നമ്മളുടെ വിദ്യാർത്ഥികളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം. താങ്ക് യു ജോളി അങ്കിൾ. സെക്കൻഡ് റാങ്ക് കരസ്ഥമാക്കിയവരുടെ സമ്മാനം നിർവഹിക്കുന്നതിനായി ഫിലിപ്പ് PA ക്ഷണിച്ചുകൊള്ളുന്നു. സ്റ്റാൻഡേർഡ് 1 അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നിന്ന് സെക്കൻഡ് റാങ്ക് നേടിയ ജോആന മറിയം ജോസഫ്. ജോആന മറിയം ജോസഫ് സ്റ്റാൻഡേർഡ് 1 നിന്ന് സെക്കൻഡ് റാങ്ക് നേടി ജോആന മറിയം ജോസഫ്. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ നിന്ന് സെക്കൻഡ് റാങ്ക് നേടി മരിയ ഫൗസ്റ്റീന റോഡ്രിഗസ്. മരിയ ഫൗസ്റ്റീന റോഡ്രിഗസ്. 2ാം ക്ലാസ്സിൽ നിന്ന് 2ാം റാങ്ക് നേടി മരിയ ഫൗസ്റ്റീന റോഡ്രിഗസ്. 3ാം ക്ലാസ്സിൽ നിന്ന് സെക്കൻഡ് റാങ്ക് 2 പേർക്കുണ്ട്. അന്ന മരിയ ഡൈച്ചൻ ആൻഡ് സാൻഡ്രിയ. അന്ന മരിയ ഡൈച്ചൻ ആൻഡ് സാൻഡ്രിയ. സ്റ്റാൻഡേർഡ് 3 സെക്കൻഡ് റാങ്ക് അന്ന മരിയ ഡൈച്ചൻ, സാൻഡ്രിയ. 4ാം ക്ലാസ്സിൽ നിന്ന് നെരിയ റോസ് ഫ്ലെമിൻ. നെരിയ റോസ് ഫ്ലെമിൻ. 5ാം ക്ലാസ്സിൽ നിന്നും എൽഷദായ് റോഡ്രിഗസ്. നല്ലൊരു കൈയടിയോടുകൂടി നമ്മുടെ വിദ്യാർത്ഥികളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം. എൽഷദായ് റോഡ്രിഗസ്.
സ്റ്റാൻഡേർഡ് 6ൽ നിന്നും അയോൺ ജൂഡ് ആൻഡ് റെനീറ്റ ഫെർണാണ്ടസ്, രണ്ടുപേർക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ട്. അയോൺ ജൂഡ്, റെനീറ്റ ഫെർണാണ്ടസ്. കയ്യടി വീണ്ടും പോകുന്നു, കയ്യടി പോരാ, നമ്മളെ വിദ്യാർത്ഥികളെ നല്ലൊരു കയ്യടിയോടുകൂടി കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം. അയോൺ ജൂഡ്, റെനീറ്റ ഫെർണാണ്ടസ്. സ്റ്റാൻഡേർഡ് 7ൽ നിന്നും സെക്കൻഡ് റാങ്ക് രണ്ടുപേർക്കുണ്ട്. ജനേവ സെബാസ്റ്റ്യൻ ആൻഡ് സാന്റ മരിയ. ജനേവ സെബാസ്റ്റ്യൻ ആൻഡ് സാന്റ മരിയ. 7th സ്റ്റാൻഡേർഡിൽ നിന്നും രണ്ടുപേർക്ക് സമ്മാനം സെക്കൻഡ് റാങ്ക് ഉണ്ട്. ജനേവ സെബാസ്റ്റ്യൻ ആൻഡ് സാന്റ മരിയ. 8ാം ക്ലാസ്സിൽ നിന്നും അൽഫോൺസ എമിൽ സൈസ, കാരി ആൻഡ് ലിഷേൽ. 9ാം ക്ലാസ്സിൽ നിന്നും ഇവാഞ്ചലിൻ റോഡ്രിഗസ്. 9th സ്റ്റാൻഡേർഡിലെ സമ്മാനം ഇവാഞ്ചലിൻ റോഡ്രിഗസ്. സ്റ്റാൻഡേർഡ് 10ൽ എയ്ലീൻ ഫെർണാണ്ടസ്. അൽഫോൺസ എമിൽ സൈസ ഫ്രം സ്റ്റാൻഡേർഡ് 8, സെക്കൻഡ് റാങ്ക് ഉണ്ട്. സ്റ്റാൻഡേർഡ് 10 എയ്ലീൻ ഫെർണാണ്ടസ്. കാരി ആൻഡ് ലിഷേൽ, സ്റ്റാൻഡേർഡ് 8. സ്റ്റാൻഡേർഡ് 10ൽ നിന്ന് എയ്ലീൻ ഫെർണാണ്ടസ്. സ്റ്റാൻഡേർഡ് 11ൽ മേരി സാറ ആന്റണി. സ്റ്റാൻഡേർഡ് 11 മേരി സാറ ആന്റണി. ആൻഡ് സ്റ്റാൻഡേർഡ് 12 എസ്റ്റർ ഗ്യൂൽ ഗുവേറ. നിറഞ്ഞ കയ്യടിയോടുകൂടി നമ്മൾ വിദ്യാർത്ഥികളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം. ഇവരാണ് ഒന്നാം റാങ്കും ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും നേടി ഈ വാർഷികത്തിൽ 2024-25 വർഷത്തിൽ സമ്മാനമാർഹരായി വിജയിച്ചവര്. നല്ലൊരു കയ്യടിയോടുകൂടി ഇവിടെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം. താങ്ക് യു. അടുത്തതായി അനൗൺസ് ചെയ്യുന്നതിനായി ലിബിൻ സാറിനെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ 2024-2025 വർഷത്തെ ബെസ്റ്റ് സ്റ്റുഡന്റിനെയാണ് നമ്മളിപ്പോൾ ആദ്യം അനൗൺസ് ചെയ്യുന്നത്. നമുക്കറിയാം, 1ാം ക്ലാസ്സിൽ നിന്ന് 12ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും കുട്ടികളുടെ വരവും പോക്കും എല്ലാം തന്നെ കുറയാറുണ്ട്. എന്നാൽ കഴിഞ്ഞ 12ാം ക്ലാസ്സില് എല്ലാ ദിവസവും ഇവിടെ കുർബാന എല്ലാ ഞായറാഴ്ചകളിലും ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുകയും നമുക്ക് അഭിമാനമായി ഫൊറോന തലത്തില് 1ാം സ്ഥാനം നേടുകയും ചെയ്യുക നമ്മുടെ പ്രിയപ്പെട്ട ജോവാന ജെറൂഷ CJ, the best student of the year, ജോവാന ജെറൂഷ CJ സ്നേഹപൂർവ്വം വേദിയിൽ ക്ഷണിക്കുന്നു. സമ്മാനം കൊടുക്കുന്നതിനായി പ്രിയവ മലബാർ ജോസഫ് അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇത്തവണ 4 സെക്ഷനുകളായിട്ട് തന്നെ നമ്മൾ അധ്യാപകരെ റിവ്യൂ ചെയ്യുകയും അധ്യാപകരിൽ നിന്ന് ബെസ്റ്റ് ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ LP സെക്ഷനില് ബെസ്റ്റ് ടീച്ചറായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു അമ്മയാണ്. 1ാം ക്ലാസ്സിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട അമ്മ ജിമോൾ ഫ്രാൻസിസ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ജിമോൾ ടീച്ചർ, സ്റ്റാൻഡേർഡ് 1. അടുത്തതായി ഹൈസ്കൂൾ തലത്തിൽ ചരിത്രം പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നേ ദിവസം ബെസ്റ്റ് ടീച്ചർ അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നു പ്രിയപ്പെട്ട ഷീജ ടീച്ചർ, സ്റ്റാൻഡേർഡ് 8. ഷീജ ടീച്ചറിന് വേണ്ടി സമ്മാനം ഏറ്റുവാങ്ങുവാൻ അഭ്യർത്ഥിക്കുകയാണ്. ഷീജ ടീച്ചറിന്റെ മാതാവിന്റെ നിര്യാണത്തെ തുടർന്ന് ഇന്ന് ഷീജ ടീച്ചർ ഇവിടെയില്ല. നിറകയറോടുകൂടി നമുക്ക് ഷീജ ടീച്ചറിനോടുള്ള നന്ദി അറിയിക്കാം. ഞങ്ങളുടെ അധ്യാപകർക്കിടയിൽ നമ്മളെപ്പോഴും പറയും, ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു നസ്രായൻ, കുട്ടികളുടെ ഏറ്റവും പ്രിയങ്കരനായ സാറാണ് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റാലിൻ സാർ. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ഹയർ സെക്കൻഡറി ഡിവിഷനിലെ ദ ബെസ്റ്റ് ടീച്ചർ സ്റ്റാലിൻ റോഡ്രിഗ്സ്, സ്റ്റാൻഡേർഡ് 11.
തവണ ഇവിടെ പറഞ്ഞപ്പോ ഒരു സെക്ഷൻ വിട്ടുപോയി, UP സെക്ഷൻ വിട്ടതല്ല. കാരണം UP സെക്ഷനിലെ ബെസ്റ്റ് ടീച്ചർ തന്നെയാണ് സ്നേഹനിലയത്തിന്റെയും ബെസ്റ്റ് ടീച്ചർ. കുട്ടികളെ കൊണ്ടു നടന്നുകൊണ്ട് ബെസ്റ്റ് ക്ലാസ്, ബെസ്റ്റ് ലിറ്ററേച്ചർ എല്ലാത്തിലും ബെസ്റ്റ് അടിക്കുന്ന, മിഷൻ സൺഡേക്ക് ഏറ്റവും കൂടുതൽ കാശ് നമ്മൾ നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ റാണി ടീച്ചർ, റാണി റാണൽ, സ്റ്റാൻഡേർഡ് 7, the best teacher of the year, സ്നേഹനിലയം സൺഡേ സ്കൂൾ. നല്ലൊരു ഏഴുപേരത്തോടെ നമുക്ക് സ്നേഹിതരെ സ്വാഗതം ചെയ്യാം. സ്നേഹബഹുമാനപ്പെട്ട സോളമച്ചനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ് ഞങ്ങളുടെ ബെസ്റ്റ് ഗ്രൂപ്പിനുള്ള സമ്മാനം നൽകുന്നതിനായിട്ട്. 4 സുവിശേഷകന്മാർ ഇഞ്ചോടിച്ച് പോരാടിയപ്പോൾ ആ 4 സുവിശേഷകന്മാരിൽ നിന്ന് 1ാം സ്ഥാനം നേടിയത് കർത്താവ് പറഞ്ഞ പോലെ കർത്താവ് അമ്മയെ നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട യോഹന്നാനും ടീമുമാണ്. The best group, St. John team, 294 points. Congratulations St. John team. എല്ലാവരും ചേർന്ന് ഇവിടെ നിന്ന് സമ്മാനം വാങ്ങിക്കുവാനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. St. John team. നല്ലൊരു ലൈഡ് കൊടുക്കാം നമ്മുടെ സെയിന്റ് ജോൺ ഗ്രൂപ്പിന്. ഒരു സമ്മാനം കൊടുക്കാനുണ്ട്. 2nd സ്റ്റാൻഡേർഡ് എവിറ്റ കാർമൽ. 2nd സ്റ്റാൻഡേർഡിൽ 100 മാർക്ക് വാങ്ങിച്ച കുട്ടിയാണ്. അപ്പൊ നല്ലൊരു കൊടുക്കാം നമുക്ക്. അടുത്തതായി ആശംസ അറിയിക്കുന്നതിനായി BCC ഫൊറോന കൺവീനർ ശ്രീ ബോബൻ അറക്കലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹമുള്ള ജോസഫ് മരക്കാശ്ശേരി അച്ഛ, ഞങ്ങളുടെ ഇടവക വികാരി കൂടിയായ സോളമൻ ചാരക്കടച്ച, ജൂലി ഡിസൂസ, ജാക്സൺ, നിർബിൻ ഒലിവിയോ, ആന്റണി ലിബിൻ, സദസ്സിലിരിക്കുന്ന പ്രിയമുള്ളവരെ, 17 കുടുംബങ്ങൾ, 17 യൂണിറ്റുകളിൽ 498 കുടുംബങ്ങൾ. ഞാൻ 2 വർഷം മുമ്പ് ഒരു ഹാർട്ട് ടു ഹാർട്ട് പ്രോഗ്രാമായിട്ടൊക്കെ എല്ലാം വരുമ്പോഴൊക്കെ എല്ലാം ഓരോ യൂണിറ്റുകളും എല്ലാം സന്ദർശിച്ചുള്ള പരിചയം വരുന്നു. പുതിയ അറിവുകളും നിങ്ങളുടെ പുതിയ പ്രവൃത്തികളും ഒക്കെ എല്ലാം കണ്ട് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്തതാണ് ഞാൻ. അതിൽ ഒരുപാട് കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ചെടുത്തു. അതെല്ലാം രൂപതയിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു വരുന്നു. ഇന്നത്തെ റിപ്പോർട്ടിൽ പുതുമയായിട്ടൊന്നും കാണുന്നില്ലായിരുന്നു. എന്നാലും പ്രവർത്തനം വളരെയധികം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങളുടെയൊക്കെയെല്ലാം. 2024 ഫെബ്രുവരി 18-ാം തീയതി കണ്ടക്കട ഫൊറോനയുടെ BCC സംഗമം കണ്ടക്കടയിൽ വെച്ച് നടന്നു വരുന്നു. രൂപതയുടെ ആദ്യത്തെ പ്രോഗ്രാമായിരുന്നു അത് വരുന്നു. വളരെ ഭംഗിയായി എല്ലാം നിർവഹിക്കപ്പെട്ടിരുന്നു. ഒരു പുത്തനുണർവ് നമുക്കെല്ലാം BCC അംഗങ്ങൾക്കെല്ലാം നമുക്കെല്ലാം ലഭിച്ചു കഴിഞ്ഞു. ഒരുപാട് പ്രതിനിധികൾ ഇടവകയിൽ നിന്നെല്ലാം പങ്കെടുത്തു വരുന്നു. അതുപോലെ തന്നെ 2024 മെയ് മാസം 19-ാം തീയതി പെന്തക്കോസ്ത ദിനത്തിലെ BCC ദിനമായി നമ്മൾ പ്രഖ്യാപിക്കുകയും ആചരിക്കുകയും ചെയ്തു വരുന്നു. അതിനു മുമ്പ് 2 വർഷം മുമ്പ് തന്നെ കേന്ദ്രസമിതിയിൽ ഒരു പ്രത്യേക പ്രാർത്ഥനാ മീറ്റിംഗ് വിളിച്ചുകൂട്ടി പെന്തക്കോസ്ത ദിനത്തിൽ നമ്മൾ BCCക്ക് ഒരു ദിനമുണ്ടാകണമെന്നും അത് പെന്തക്കോസ്ത ദിനമായിരിക്കണമെന്നുള്ളൊരു ആവശ്യം രൂപത അധ്യക്ഷന് സമർപ്പിക്കുകയും അംഗീകാരം നമുക്ക് ലഭിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് 2024 പെന്തക്കോസ്ത തിരുനാളിന് അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതും കണ്ടക്കടയിൽ വെച്ച് തന്നെയായിരുന്നു വരുന്നത്. അന്ന് ശുശ്രൂഷ സമിതികളുടെ രൂപതാതല മീറ്റിങ്ങുകളും അവിടെ സംഘടിപ്പിക്കുകയും അതിന്റെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു വരുന്നു. അതിനുശേഷം ഈ 25 ആയിട്ട് പോലും അതിൽ നിന്നും 1 നിന്ന് 2 മാറാനായിട്ട് നമ്മൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണിരുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ റിപ്പോർട്ടിൽ അക്കാര്യത്തിലെ കാര്യങ്ങൾ ഇതുവരെ സൂചിപ്പിച്ചിട്ടില്ലായിരുന്നു.
ശുശ്രൂഷ സമിതികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചിരുന്നു. അത് സ്വാഭാവികമാണ്. അതായത് താലന്ത് കുഴിച്ചിട്ട അതിനെ പോലെയായിട്ട് വൈകി 10 താലന്തുകൾ കൊടുത്തിട്ട് തിരുവാക്കി കൊടുത്തതും ഒന്നും ചെയ്യാതെ അത് കുഴിച്ചിട്ട് വന്നതിന് അതേപോലെ തന്നെ തിരിച്ചേൽപ്പിച്ച ഒരു അനുഭവം പോലെയായിരുന്നു നമുക്കൊക്കെ എല്ലാം വരുന്നത്. സാരമില്ലായിരുന്നു, നമുക്കതൊക്കെ എല്ലാം ഒന്ന് തിരുത്താവുന്ന കാര്യമുള്ളൂ. എപ്പോഴും തുടക്കങ്ങളൊക്കെ എല്ലാം വളരെയധികം മന്ദഗതിയിലായിരിക്കും, വളരെ ആലോചനായുതരൊക്കെ ആയിരിക്കും ഇരുന്ന് ആരിതിനകത്ത് പ്രവർത്തിക്കും, ആരിതെല്ലാം ചെയ്യും എന്നൊക്കെ എല്ലാം. പക്ഷെ കാലമൊക്കെ എല്ലാം മാറി നമ്മളുടെ BCCകളിൽ ശുശ്രൂഷ സമിതികളുടെ പ്രവർത്തനം ഇപ്പോഴെല്ലാം സജീവമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഓർക്കുകയായിരുന്നു. നമ്മുടെ ആലപ്പുഴ രൂപതയിലെ പല ഫൊറോനകളിലും ഒക്കെ എല്ലാം പല ഇടവകളിലെല്ലാം 6 ശുശ്രൂഷ സമിതികളും എല്ലാം നല്ല രീതികളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണിരുന്നത്. നമുക്ക് നോക്കാൻ വരുന്ന ഇവിടെ കുടുംബ ശുശ്രൂഷ സമിതികള്, ജോയി അച്ഛന്റെ നേതൃത്വത്തിലുള്ള കുടുംബ ശുശ്രൂഷ സമിതികള് എല്ലാ സ്ഥലങ്ങളിലൊക്കെ എല്ലാം വന്ന് അവരെ ഉദ്ബോധിപ്പിക്കുകയും ക്ലാസ് എടുക്കുകയൊക്കെ എല്ലാം ചെയ്യുന്നുണ്ടിരുന്നത്. അതിന്റെ ആവശ്യകതകൾ എന്താണെന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ വളരെയധികം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണെന്നുള്ള കാര്യം ഓർക്കുകയായിരുന്നു. കുടുംബത്തിന്റെ ശിഥിലീകരണങ്ങൾ ഇന്ന് അനുദിനം എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഒന്ന് ഓർക്കുകയായിരുന്നു. പണ്ടൊക്കെ എല്ലാം ലഹരി എന്ന് പറയുന്നത്, ആ ലഹരിക്ക് അടിമപ്പെടുന്നത് ചുരുക്കം ചില യുവാക്കൾ മാത്രമായിരുന്നു. അന്ന് ഇതുപോലെ കഠിനമായിട്ടുള്ള നമ്മുടെ മനസ്സിനെയും അതുപോലെ തന്നെ മസ്തിഷ്കത്തെയും ബാധിക്കുന്നതായിട്ടുള്ള കഠിനമായിട്ടുള്ള ലഹരികളായിരുന്നില്ല അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്നു. ഇന്ന് അങ്ങനെയല്ല, രാസ ലഹരികളുടെ അടിമകള് നമ്മളിൽ തന്നെ ആത്മഹത്യാ പ്രവണത, അതുപോലെ തന്നെ പിതൃഹത്യ, മാതൃഹത്യ, കുടുംബഹത്യ എന്നതിനു വേണ്ടി ഒരു വംശഹത്യയിലേക്ക് കൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണെന്നുള്ള കാര്യം ഓർക്കുകയായിരുന്നു. അതിൻ്റെ നമുക്കറിയാം, ഒരു യുവാവ് പണത്തിന് വേണ്ടിയിട്ട് ചെയ്ത കഴിഞ്ഞ 2-3 മാസങ്ങളിലും അനുഭവിക്കേണ്ട കാര്യമായിരുന്നു. എത്ര പേരെയാണ് അവന്റെ കുടുംബത്തിലുള്ളവരെയൊക്കെ എല്ലാം വധിച്ചതിരുന്നത്, ഒരു കുടുംബഹത്യയെല്ലാം നയിച്ചതിരുന്നത്, രാസലഹരിയുടെ അടിമത്തത്തിൽ എന്നാണ് അതിരുന്നത്. ഇതിൽ നിന്നുള്ളൊരു മോചനമാണ് നമുക്ക് ആവശ്യം വരുന്നത്. പുതിയ തലമുറയിൽ നിന്നും അല്ലെ നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ സമുദായത്തിൽ നിന്നും ഇത്തരം പ്രവണതകളെല്ലാം തുടച്ചു മാറ്റണം വരുന്നത്. ഇതിനെല്ലാം മുൻകൈയെടുത്ത് മുന്നോട്ട് പോകേണ്ടത് നമ്മൾ തന്നെയാണെന്നുള്ള കാര്യം ഓർക്കുകയായിരുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയ്ക്ക് നമ്മൾ ശ്രമിക്കണമായിരുന്നു. നമ്മളുടെ സമുദായങ്ങളിൽ കാണാത്ത ഒരെണ്ണമാണിരുന്ന് വിദ്യാഭ്യാസത്തിന്റെ ന്യൂനതയിരുന്ന്. നമ്മുടെ പുരുഷന്മാരിൽ നമ്മുടെ പൈതൃകം കാത്തു സൂക്ഷിക്കേണ്ടവര്, നമ്മുടെ തലമുറയെ സംരക്ഷിക്കേണ്ട യുവാക്കളില് ഇതൊക്കെ എല്ലാം ആ വിദ്യാഭ്യാസപരത്തിന്റെ ആയിട്ടുള്ള പോരായ്മകളൊക്കെ എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അന്യ സമുദായങ്ങളിൽ നിന്നെല്ലാം വളർച്ച വന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എല്ലാം നമ്മൾ അനുദിനം അനുനിമിഷങ്ങളിലെല്ലാം താഴ്ന്നു പോവുകയാണിരുന്നു. അപ്പൊ ഈ വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതികളുടെയൊക്കെ പ്രാധാന്യം അത് തന്നെയാണിരുന്നത്. നമ്മൾ ഇറങ്ങണമിരുന്ന് നമ്മുടെ സമുദായത്തിന് വേണ്ടി, നമ്മൾ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണമിരുന്ന്. അത് തുടക്കം ഇന്നാകട്ടെ നാളെയാട്ടെ അല്ലേ എന്ന് പറഞ്ഞ് അമാന്തിശക്കെല്ലാം നിൽക്കുന്ന മന്ദഗതിയിലാകട്ടും നമുക്കൊരു നല്ലൊരു തുടക്കത്തിലേക്ക് മുന്നോട്ട് വെക്കാൻ വരുന്ന നമ്മുടെ ശുശ്രൂഷ സമിതികളെ എല്ലാത്തിനെയും ശാക്തീകരിക്കണം. ജോസഫത്തിനൊക്കെ എല്ലാം അടുത്ത് തന്നെ മാറിക്കിടന്നു പോകുമായിരുന്നു. പക്ഷെ മാറാത്തത് ഈ ഇടവകാംഗങ്ങളാണെന്നുള്ള കാര്യം ഓർക്കുക. ഈ ഇടവകയിൽ നമുക്കൊരു പുതിയൊരു സമുദായത്തെ, ഒരു പുതിയ യുവജന പ്രസ്ഥാനത്തെ എല്ലാം കെട്ടിപ്പടുത്തണം. കുടുംബപരമായിട്ടുള്ള മുന്നേറ്റം നമുക്കുണ്ടാകണം വരുന്ന, വിദ്യാഭ്യാസപരമായ മുന്നേറ്റം നമുക്കുണ്ടാകണം. എല്ലാം നമുക്ക് ലഭിക്കും എന്നുള്ളൊരു ഉറപ്പോടു കൂടി നല്ല ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ നിങ്ങളെല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഈ വാർഷികത്തിന്റെ ആയിട്ടുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. VCCയുടെ അതുപോലെ തന്നെ നിങ്ങളുടെ മതബോധന രംഗത്തുണ്ടായിരുന്ന പ്രവർത്തനങ്ങളിൽ ഇന്നിവിടെ കലാകാരന്മാർക്കും അതുപോലെ തന്നെ മുന്നേറ്റം നടത്തിയ വിദ്യാർത്ഥികൾക്കും എല്ലാം കൊടുത്തിരിക്കുന്ന ഈ അവാർഡുകളൊക്കെ എല്ലാം കാണുമ്പോഴൊക്കെ എല്ലാം അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിലുള്ള നിങ്ങൾ കാണിക്കുന്ന ഉത്സുകതയെക്കുറിച്ച് ഞാൻ അഭിനന്ദിക്കുകയാണിരുന്ന്. ഈ മാതൃക എല്ലാ ഇടവകളിലും പിന്തുടരണം വരുന്ന ഒരു ചെറിയൊരു സമ്മാനമെങ്കിൽ ചെറിയ സമ്മാനം അത് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ ആനന്ദം ഏറ്റവും വലുതാണിരുന്ന് അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ മുന്നേറണം. മതബോധനത്തിന്റെ ഈ വാർഷികത്തിലും ഞാൻ എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സർ. അടുത്തതായി നന്ദി പ്രകാശത്തിനായി ശ്രീ മെർവിൻ ഒലിവേറോ BCC ആനിമേറ്ററിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇടവക വികാരി ജോസഫ് അച്ഛൻ, ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട സോളമൻ ചാരങ്ങടച്ചൻ, ആശംസ പറഞ്ഞ
ബോബൻ അറക്കൽ സാറ്, വേദിയിലിരിക്കുന്ന BCC പ്രസിഡന്റ് ജാക്സൺ സാർ, ജൂലി ടീച്ചർ, പ്രൊമോട്ടർ ലിബിൻ സാർ. ആദ്യമേ തന്നെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മളുടെ ഇടവകയ്ക്ക് ഏറ്റവും ഒരു മഹത്തായ ദിനമാണ് ഇന്ന്. BCCയും മതബോധന കേന്ദ്രവും സംയുക്തമായിട്ട് നടത്തുന്ന ഈ വാർഷികം എല്ലാവരും കാത്തിരുന്ന ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ ഒരു അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും 2 മാസക്കാലത്തോളം എല്ലാവരും ഇതിന്റെ പ്രാക്ടീസിലായിരുന്നു. ദിവസേന 1 മണിക്കൂർ വെച്ച് എല്ലാ യൂണിറ്റുകാരും അതിന്റെ എഫേർട്ട് അവരെടുത്തിട്ടുണ്ട്. അത് നമുക്കിന്ന് കാണാം. ആദ്യമേ തന്നെ ഇതിന് നമ്മളെ പ്രാപ്തനാക്കിയ ഈശ്വരന് നന്ദി പറയുന്നു. എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്, അധികം ദീർഘിപ്പിക്കുന്നില്ല. അധ്യക്ഷ സ്ഥാനത്ത് നമ്മളുടെ ജോസഫ് അച്ഛൻ, നമ്മളുടെ ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന അച്ഛൻ. അച്ഛനെ ഈ അവസരത്തിൽ ഇടവക അംഗങ്ങളുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് ഉദ്ഘാടകനായിട്ട് എത്തിയിരിക്കുന്ന നമ്മളുടെ സോളമൻ ചാരങ്ങട്ടച്ചൻ, കലയെ അറിയുന്ന, കലയെ സ്നേഹിക്കുന്ന ഒരു ഉദ്ഘാടകനെ തന്നെ നമുക്കിന്ന് നമ്മളുടെ ഇടവകയിൽ ഈ വാർഷിക ദിനത്തിൽ കിട്ടിയതിന് സർവേശ്വരനോട് നന്ദി പറയുന്നു. അച്ഛനെ വളരെയേറെ തിരക്കുകൾ ഉണ്ടായിട്ടും ഇന്ന ദിവസം ഇവിടെ എത്തിച്ചേർന്നതിന് ഇടവക അംഗങ്ങളുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്തത് ബോബൻ സാറ്. ബോബൻ സാറെ കുറെ നാളായിട്ട് നമുക്കറിയാം. നമ്മളുടെ പല പല BCC മീറ്റിങ്ങിലൊക്കെ വന്നിട്ടുണ്ട്, ഹാർട്ട് ടു ഹാർട്ട് പ്രോഗ്രാമിലല്ല. ബോബൻ സാറെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളർന്നു വരുന്ന എല്ലാ BCC ഭാരവാഹികൾക്കും ഒരു പ്രചോദനമാണ്. കാരണം 45 വർഷം നമ്മളുടെ കണ്ടക്കടവ് ഫെറോനയിലെ കാറ്റഗിസം ടീച്ചറായിരുന്നു സാറ്. കൂടാതെ ഒരു 28 വർഷമായിട്ട് പ്രൊമോട്ടറും കൂടിയാണ്. ഈ അവസരത്തിൽ ബോബൻ സാറിന് ഞങ്ങളുടെ ഇടവകയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. വേദിയിലിരിക്കുന്ന ബാക്കി നമ്മളുടെ ജൂലി ടീച്ചർ, ജാക്സൺ സാറ്, ലിബിൻ സാറ്, ഇവരൊക്കെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ധാരാളം എഫേർട്ട് ഇട്ട് ഈ പരിപാടി ഭംഗിയാക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് അവർക്കും ഈ അവസരത്തിൽ ഇടവകയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ ഇടവക ദിനാഘോഷം ഭംഗിയായി നടത്തുവാൻ എത്തിയിരിക്കുന്ന എല്ലാ യൂണിറ്റ് ഭാരവാഹികൾക്കും ഇടവേളയിലെ എല്ലാ അംഗങ്ങൾക്കും, പ്രത്യേകിച്ച് പ്രോഗ്രാമിന് ചുക്കാൻ പിടിക്കുന്ന എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും, സ്റ്റേജ് ഡെക്കറേഷൻ, സൗണ്ട് എന്നിവയ്ക്കും മറ്റെല്ലാ കാര്യങ്ങൾക്കും വേണ്ടി മാസങ്ങളോളം ഞങ്ങളോട് സഹകരിക്കുകയും ഇപ്പോഴും സഹകരിച്ചു പോരുന്ന സഹോദരി സഹോദരന്മാർക്കും ആരെങ്കിലും മറന്നുപോയിട്ടുള്ള എല്ലാവർക്കും ഈ അവസരത്തിൽ ഇടവകയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.